അവരൊക്കെ അള്ളാഹുവിന്റെ നിയന്ത്രണത്തിനു വിധേയമായി മാത്രം ഉള്ളവരാണ് എന്നല്ലേ നമ്മുടെ വിശ്വാസം, അതല്ലേ നമ്മുടെ കാഴ്ചപ്പാട്, അതല്ലേ നമ്മുടെ നിലപാട്, അതല്ലേ നമ്മുടെ വീക്ഷണം, അതല്ലേ നമ്മുടെ വിശ്വാസം. ഇത്തരുണത്തിൽ മമ്പർത്ത് തങ്ങളോട് അവിടുത്തെ ശുപാർശ ആവശ്യപ്പെടുന്നത് ഒരിക്കലും തന്നെ അവിടത്തോടുള്ള ഇബാദത്തല്ല. അതിന് വേണമെങ്കിൽ ഇസ്തിഗാസ എന്ന് പറയാം. ഇസ്തിഗാസ ഒരിക്കലും ഇബാദത്തല്ല. തവസ്സുൽ ഒരിക്കലും ആ മഹാന് ചെയ്യുന്ന ഇബാദത്തല്ല. ഇവിടെയാണ് കേരളത്തിലുള്ള മുജാഹിദുകൾക്ക് ഏറ്റവും ആഴമേറിയ അബദ്ധം സംഭവിച്ചത്. മുജാഹിദുകൾക്കും സംഭവിച്ചു, ജമാഅത്തുകാർക്ക് സംഭവിച്ചു, തബ്ലീഗ് ജമാഅത്തിന്റെ ആളുകൾക്കും സംഭവിച്ചു. യാതൊരു സംശയവുമില്ല. നിങ്ങൾ നോക്കൂ, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ജമിയത്തുൽ ഉലമായുടെ പ്രസിഡന്റായി മരിച്ചുപോയ സാക്ഷാൽ ഉമർ മൗലവി തന്നെ പറയട്ടെ. അദ്ദേഹം പറയുന്നുണ്ട്, എന്താണ് അദ്ദേഹം മുജാഹിദിന്റെ കാഴ്ചപ്പാട് പ്രകാരം നബിമാർക്ക് പരിചയമില്ലാത്ത, ഔലിയാക്കൾക്ക് പരിചയമില്ലാത്ത, സ്വഹാബത്തിനോ ഒരാൾക്കും പരിചയമില്ലാത്ത ഒരു പുത്തൻ ഇബാദത്ത്, ഒരു പുത്തൻ നിർവചനം അയാൾ സ്വന്തമായിട്ട് പറഞ്ഞുണ്ടാക്കുന്നു. നോക്കൂ ഉമർ മൗലവി. ഈ അപേക്ഷയുണ്ടല്ലോ, ഈ അപേക്ഷ അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കാൻ എന്താ മാർഗം? കത്തയക്കാൻ കഴിയൂല. അള്ളാഹുവിന്റെ മേൽവിലാസത്തിൽ കത്തയക്കാൻ പറ്റൂല, ഫോൺ ചെയ്യാൻ പറ്റൂല, ടെക്സ്റ്റ് അടിക്കാനും പറ്റൂല, ഫാക്സും പറ്റൂല. അദ്ദേഹം പറയുന്നത് എന്താണ്? അള്ളാഹ്ക്ക് അഡ്രസ് ഇല്ല എന്നാ പറയുന്നത്. അള്ളാഹ്ക്ക് അഡ്രസ്സിൽ കത്ത് എഴുതാൻ പറ്റണില്ല. അയാൾ പറയണേ, അള്ളാഹിന്റെ അഡ്രസ്സിൽ നമുക്ക് കത്ത് എഴുതാൻ പറ്റൂലല്ലോ, അള്ളാഹിന്റെ അഡ്രസ്സിൽ നമുക്ക് ഫാക്സ് ചെയ്താൻ പറ്റൂലല്ലോ, ഫാക്സ് അയക്കാൻ പറ്റില്ലല്ലോ, മേൽവിലാസല്ലല്ലോ, പിന്നെന്താ നമ്മൾ ചെയ്യാ? അള്ളാഹ്ക്ക് നമ്മളെ കാര്യങ്ങൾ എങ്ങനെ എത്തിച്ചു കൊടുക്കുക? പറയട്ടെ, അയാൾ തന്നെ പറയട്ടെ. ഒന്നും നടക്കൂല. പിന്നെ എന്താ പണി? ഇത് കാണുന്നില്ല, ഭൗതികമായ ദൃശ്യമായ മാർഗം ഇല്ല. കണ്ടോ അദ്ദേഹം സ്വതന്ത്രമായി, അദ്ദേഹം സ്വന്തമായി ഇസ്ലാമിലില്ലാത്ത ഒരു പുതിയ ആശയം അയാൾ ഉണ്ടാക്കുകയാണ്. അദ്ദേഹം ഉണ്ടാക്കും. മരിച്ചുപോയി എന്ന നിലയ്ക്ക് അദ്ദേഹത്തെ നമ്മൾ അപകീർത്തിപ്പെടുത്തുന്നില്ല. പക്ഷേ അദ്ദേഹം നബിമാർക്കോ മറ്റുള്ളവർക്കോ ഖുർആനിനോ ഹദീസിനോ പരിചയമില്ലാത്ത തികച്ചും പുത്തനാശയം അദ്ദേഹം പറഞ്ഞുണ്ടാക്കുന്നു. നോക്കൂ, പറയട്ടെ. മനസ്സിൽ കരുതിയത് പോലും അവ അറിയുകയും വേണ്ടത് ചെയ്യുകയും ചെയ്യുന്ന സ്വഭാവക്കാരനാണ് അള്ളാഹു. ആ നിലക്ക് അപേക്ഷ എന്ന് പറയില്ലേ. അപ്പോൾ ഈ അപേക്ഷ സമർപ്പിക്കാൻ ദൃശ്യവും ഭൗതികവുമായ മാർഗമില്ല. ദൃശ്യവും ഭൗതികവുമായ മാർഗമില്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ, അദ്ദേഹം പറയുന്നത് മനസ്സിലാവുന്നില്ലേ? അത് അവരുടെ വാദമാണ്. മനസ്സിലായാലും വേണ്ടില്ല, ഇല്ലെങ്കിലും വേണ്ടില്ല, നമ്മൾ ക്ലിപ്പിടും. അഭൗതികവും അദൃശ്യവുമാണ്. അവിടുന്ന് ആ അപേക്ഷ സ്വീകരിച്ചിട്ട് ഇങ്ങോട്ട് അതിന് വേണ്ടത് ചെയ്തു തരിക എന്നുള്ളതിനും ഭൗതികമായ ദൃശ്യമായ മാർഗമില്ല. അതും അഭൗതികവും അദൃശ്യവും തന്നെയാണ്. ആണ് പ്രാർത്ഥന. അദൃശ്യമായ മാർഗത്തിൽ സമർപ്പിക്കുകയും അദൃശ്യമായ മാർഗത്തിൽ കൈകാര്യം ചെയ്യപ്പെടുകയും ചെയ്യുന്ന അപേക്ഷ, അതാണ് പ്രാർത്ഥന. അതാണ് പ്രാർത്ഥന. അദ്ദേഹം പറഞ്ഞത് എന്താണ് പ്രാർത്ഥന? ഞാൻ പറഞ്ഞു, എന്റെ സദസ്സ് ശരിക്കും ശ്രദ്ധിക്കണം. ഇബാദത്ത്, ആരാധന എന്ന് പറഞ്ഞാൽ ഇലാഹിന്റെ മുമ്പിൽ നടത്തുന്ന പരമമായ വണക്കത്തെ പറ്റിയാണ് ഇബാദത്ത് എന്ന് പറയുക. ആ ഇബാദത്തിന്റെ ഇനങ്ങളിൽ ഒരുപാട് ഇബാദത്തുകളുണ്ട്. നിസ്കാരം, നോമ്പ്, ഹജ്ജ്, സകാത്ത്, ദിക്ർ, സലാത്ത്, ഇങ്ങനെ പല ഇബാദത്തുകളും നമ്മുടെ മുമ്പിലുണ്ട്. ആ കൂട്ടത്തിൽ ഇലാഹിനോട് നടത്തുന്ന അപേക്ഷയെ പറ്റിയാണ്, റബ്ബിനോട് നടത്തുന്ന അപേക്ഷയെ കുറിച്ചാണ് ദുആ അല്ലെങ്കിൽ പ്രാർത്ഥന എന്ന് പറയുക. ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു തആല അൻഹുവിന്റെ നിർവചനം നിങ്ങൾ കേട്ടിട്ടില്ലേ? തലബുൽ അബ്ദി മിർ റബ്ബിഹി ഹവായിജഹു. ഒരടിമ, ഒരു ദാസൻ തന്റെ റബ്ബിൽ നിന്ന് തന്റെ ആവശ്യങ്ങൾ ചോദിക്കുന്നതിനാണ് ദുആ എന്ന് പറയുക. എന്നാൽ ഇദ്ദേഹം പറയുന്നത് എന്താ? ഇദ്ദേഹം പറയുന്നു, അദൃശ്യവും അഭൗതികവുമായ മാർഗത്തിൽ സമർപ്പിക്കുന്ന അപേക്ഷയെ പറ്റിയാണ് പ്രാർത്ഥന എന്ന് പറയുക. ഈ അപേക്ഷ സമർപ്പിക്കാൻ ദൃശ്യവും ഭൗതികവുമായ മാർഗമില്ല, അഭൗതികവും അദൃശ്യവുമാണ്. അവിടുന്ന് ആ അപേക്ഷ സ്വീകരിച്ചിട്ട് ഇങ്ങോട്ട് അതിന് വേണ്ടത് ചെയ്തു തരിക എന്നുള്ളതിനും ഭൗതികമായ
ദൃശ്യമായ മാർഗമില്ല. ഞാൻ പറഞ്ഞത് എന്താണ്? ഇനി അള്ളാഹു ഇങ്ങോട്ട് നമുക്ക് സഹായം തരുന്നതിനും ദൃശ്യമായ നമ്മളെ കണ്ണുകൊണ്ട് കാണുന്ന ഒരു മാർഗമില്ല, ഇല്ല. അപ്പൊ ചുരുക്കത്തിൽ അങ്ങോട്ട് സമർപ്പിക്കുന്നതിനും ദൃശ്യമായ മാർഗമില്ല, ഇങ്ങോട്ട് അള്ളാഹു സഹായിക്കുന്നതിനും ദൃശ്യമായ മാർഗമില്ല. ഇതാണ് പ്രാർത്ഥന. ഞാൻ ചോദിക്കട്ടെ, എന്നിട്ട് ഈ നിർവചനത്തിന്റെ അടിസ്ഥാനത്തിൽ, ഈ പുത്തൻ നിർവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ജിന്നുകളെ, മലക്കുകളെ, അവരുടെ ഇടപെടലുകളെ ഇത്രയും കാലം മുജാഹിദുകൾ നിഷേധിച്ചു. മുജാഹിദുകൾ ഇത്രയും കാലം നിഷേധിച്ചു പോരുകയായിരുന്നു. അവരുടെ നേതാക്കന്മാർ ഒരുപാട് ജിന്നുകളെയും മലക്കുകളെയും നിഷേധിച്ചു. എന്ന് വെച്ചാൽ ജിന്നിനെയും മലക്കുകളെയും അവരിൽ നിന്ന് കിട്ടുന്ന സഹായത്തെ നിഷേധിച്ചു, സിഹ്റിനെ നിഷേധിച്ചു. സിഹ്ർ എന്ന് പറയുന്നത് മറഞ്ഞ മാർഗത്തിലൂടെ ഒരാളെ ഉപദ്രവിക്കലാണല്ലോ. അങ്ങനെ ഒരു പരിപാടി തന്നെ ഇല്ല, സിഹ്റിന് യാഥാർത്ഥ്യമില്ല എന്നിങ്ങനെ ഇത്രയും കാലം, ഒരു 80 കൊല്ലക്കാലം അവർ പ്രസംഗിച്ചു. എന്നാൽ നേരത്തെ ഉദ്ഘാടനത്തിൽ പറഞ്ഞതുപോലെ ഗൾഫ് സലഫികളുമായുണ്ടായ കേരളത്തിലുള്ള മുജാഹിദുകളുടെ 1980-കൾക്ക് ശേഷമുള്ള ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ ചിന്തകൾക്ക് ചില മാറ്റങ്ങൾ വരാൻ തുടങ്ങി. കുറെ ആൾക്കാര് ജിന്നുകൾ ഇവിടെ ഭൂമിയിലാകെ പരന്നു കിടക്കുകയാണ്, നിറഞ്ഞു കിടക്കുകയാണ്. എത്രത്തോളം? മേശയുടെ വലിപ്പ് വലിച്ചാൽ അവിടെയും ജിന്ന്, ചുടുവെള്ളം പാർന്നാൽ അവിടെയും ജിന്ന്. എത്രത്തോളം? സ്വന്തം ഭാര്യയുമായിട്ട് ലൈംഗിക ബന്ധം പുലർത്തുന്ന വേളയിൽ വരെ ജിന്നുണ്ട്. ഒരുപക്ഷെ തനിക്കുണ്ടായ കുട്ടി പോലും ജിന്നായിരിക്കും എന്ന് പറയാൻ തുടങ്ങി. നിങ്ങൾ നോക്കൂ, നമുക്ക് ജിന്നുകളുടെ കൂട്ടത്തിൽ നല്ല ഒരു സുഹൃത്തിനെ സമ്പാദിക്കണം. ആ സുഹൃത്ത് പല നിലക്കും നമ്മെ സഹായിക്കും. നമുക്ക് സുബഹിക്ക് എഴുന്നേൽക്കണമെന്നുണ്ടെങ്കിൽ നാം ക്ലോക്കിന്റെ അലാറം വെക്കേണ്ടതില്ല, ഈ ജിന്ന് നമ്മളെ തട്ടി വിളിച്ചോണ്ടും എന്നൊക്കെ പറയാൻ തുടങ്ങി. നോക്കൂ, ശംസുദ്ദീൻ പാലത്ത് പറയുന്നത് നോക്കൂ. എത്ര ചീത്തണ്ടോ അത്ര തന്നെ നല്ലതുണ്ട്. ആ നല്ലവരെ നമുക്ക് സുഹൃത്തുക്കളായി കിട്ടിയാൽ ജീവിതത്തിൽ വളരെ ഉപകാരപ്പെടും. പിന്നെ സുബഹിക്ക് നമ്മൾ കിടന്നുറങ്ങൂല, അവർ വിളിച്ചോണ്ടിക്കോളും. കണ്ടോ? സുബഹിക്ക് നമ്മൾ കിടന്നുറങ്ങൂല, അവര് വിളിച്ചോണ്ടിക്കോളും. ആര്? ജിന്നുകൾ വിളിച്ചോണ്ടിക്കോളുന്നായി പറയുന്നത്. അതിനെന്താ വഴി? അതിന് വഴിയുണ്ടായി ഞാൻ പറയാൻ പോകണം. അപ്പൊ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യം, എപ്പോഴും നമുക്ക് ഒരു നല്ല ജിന്നിന്റെ സപ്പോർട്ട് വേണം. മനസ്സിലായില്ലേ? എത്രത്തോളം എന്ന് വെച്ചാൽ നിങ്ങൾ റോഡിലൂടെ നടക്കുന്ന നേരത്ത് അപ്രതീക്ഷിതമായിട്ടൊരു അപകടം വന്ന ആ അപകടത്തിൽ നിന്ന് പോലും നിങ്ങൾക്ക് രക്ഷിക്കാൻ സാധിക്കും. നമുക്കൊരു ആക്സിഡന്റ് സംഭവിക്കുകയാണെങ്കിൽ ആ ആക്സിഡന്റ് രക്ഷിക്കുന്നത് അല്ല രക്ഷിക്കുന്നല്ല പറയുന്നത്. ആ ആക്സിഡന്റിൽ നിന്ന് പോലും ജിന്ന് രക്ഷിക്കും. തീർന്നില്ല, വാദങ്ങൾ തുടരട്ടെ. ഇപ്പൊ റോഡിന് അരികിലൂടെ നടക്കുന്നിടത്തൊരു വാഹനം കൊണ്ട് വന്നു, പെട്ടെന്ന് നിങ്ങൾക്ക് നിങ്ങൾ ആരോ തള്ളിയും തോന്നി. ആരുമല്ല, നിങ്ങളെ സുഹൃത്താണ്, ജിന്നാണ്. സംഭവിക്കാം. ആ ഉന്തിയത് വാഹനങ്ങളുടെ സ്പീഡിൽ, ഹൈ സ്പീഡിൽ വരുന്ന സമയത്ത് നമ്മളെ വെല്ലണം മാറ്റിയത് മറ്റാരുമല്ല, നിങ്ങളെ സുഹൃത്താണ്, ജിന്നാണ്. നമ്മളാണ് മാറും. എത്ര സംഭവങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഞാൻ എങ്ങനെ ഒഴിഞ്ഞു, നമ്മൾ വിചാരിക്കും ഞാൻ എങ്ങനെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു, ഒട്ടും ഞാൻ അവിടുന്ന് വണ്ടി ഒന്നും ശ്രദ്ധിച്ചില്ല, പക്ഷെ ഞാൻ ഒഴിഞ്ഞാണ്ട് പോയി എന്ന് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ പലരും പറയാറുണ്ട്. അതിന്റെ പിറകിൽ നമ്മളെ സഹായിക്കാൻ അപ്പൊ ജിന്നു വർഗത്തിൽ സഹായികൾ ഉണ്ടാവും. ജിന്ന് വർഗത്തിൽ എല്ലാവരും. നേരത്തെ ഉമർ മൗലവി പറഞ്ഞെന്താ? ദൃശ്യമായ രൂപത്തിൽ, ഭൗതികമായ രൂപത്തിൽ അല്ലാതെ സഹായം അപേക്ഷിക്കുന്നതും അള്ളാഹിനോട് മാത്രമാണ്, അത് കിട്ടുന്നതും അള്ളാഹുവിൽ നിന്ന് മാത്രമാണ്. വേറെ ഒരു ജീവിയിൽ നിന്നും അത് ഇല്ല എന്നല്ലേ നേരത്തെ അയാൾ വിശദീകരിച്ചത്. അതിന് വിരുദ്ധമായ പുതിയ വാദഗതികളുമായിട്ട് മുജാഹിദ് പ്രസ്ഥാനം തന്നെ മുന്നോട്ട് പോകാൻ തുടങ്ങി. 2000-ന്റെ ആരംഭത്തോടുകൂടി അങ്ങനെ സംഭവിക്കാൻ തുടങ്ങി. അങ്ങനെ 2002-ൽ ജിന്നിനെ അനുകൂലിക്കുന്നവരും ജിന്നിനെ പ്രതികൂലിക്കുന്നവരും തമ്മിൽ രണ്ടായി പിളർന്നു. ഔദ്യോഗിക വിഭാഗം മുജാഹിദും മടവൂർ വിഭാഗം മുജാഹിദ്. ഇങ്ങനെ മുജാഹിദുകൾ രണ്ടായി പിളർന്നു. ഒരു വിഭാഗം മുജാഹിദുകൾ ജിന്നിനോട് സഹായം ചോദിക്കാം, ജിന്നിന്റെ സപ്പോർട്ട് ആവശ്യപ്പെടാം. നമ്മൾ മദദ് ആവശ്യപ്പെടാം എന്ന് അറബിയിൽ പറയുന്നതിന് പകരം ഇവര് സപ്പോർട്ട് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നേ ഉള്ളൂ. രണ്ടും ഒന്ന് തന്നെയാണ്. സപ്പോർട്ടായാലും മദദായാലും രണ്ടും സെയിം ആണ്. അങ്ങനെ ജിന്നുമായി ബന്ധപ്പെടാം, ജിന്നിന്റെ ചികിത്സ ചെയ്യാം. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ
നമ്മുടെ ബൈലക്സ് ക്ലാസ് റൂമിൽ സുന്നികളെ അല്ലെങ്കിൽ സുന്നി പണ്ഡിതന്മാരെ നേരിടുവാൻ വേണ്ടി മുജാഹിദുകൾ നിയോഗിക്കുന്ന ഒരു മനുഷ്യനുണ്ട്. മലപ്പുറം ജില്ലയിലുള്ള മഞ്ചേരിക്കടുത്തുള്ള കിശ്ശേരിക്കടുത്ത് തൃപ്പനച്ചിക്കടുത്തുള്ള പിൽവട്ടയിൽ ഒരു മനുഷ്യനുണ്ട്. ആ മനുഷ്യർക്ക് അങ്ങോട്ട് ജിന്നിന്റെ ഭ്രാന്ത് കൂടിയിട്ട്, എന്ന് വെച്ചാൽ അയാള് പിന്നീട് ജിന്നിന്റെ ക്ലിനിക്ക് തന്നെ തുടങ്ങി. ജിന്ന് ക്ലിനിക്ക്, ജിന്ന് ചികിത്സ. നമ്മുടെ സ്ത്രീകൾക്കൊക്കെ ഇളകിയാല് അയാളടുത്ത് കൊണ്ടുപോയാൽ മതി. ആരടുത്തേക്ക്? സുന്നികളോട് വാദപ്രതിവാദത്തിന് വേണ്ടി വന്നിരുന്ന, അതിനുവേണ്ടി മുജാഹിദുകൾ നിയോഗിച്ചിരുന്ന സാക്ഷാൽ മൗലവി ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ ജിന്നിന്റെ ചികിത്സാ കേന്ദ്രം നടത്തുന്നുണ്ട്. ഇവിടെ ആർക്കെങ്കിലും ജിന്ന് ഇളകിയാല് നിങ്ങളാണ് കൊടുന്നോളി മഞ്ചേരിക്ക്, ഞാൻ പറഞ്ഞുതരാം വഴി. നോക്കൂ, ഇത് നമ്മൾ പറയല്ല, പറയുന്നു. നോക്കൂ, ഇവിടെ കീഴ്ശേരിക്കടുത്ത് മുജാഹിദ് പ്രവർത്തകനായിരുന്ന, മുജാഹിദ് ആദർശം അംഗീകരിച്ചിരുന്ന മുസ്ലിയാക്കന്മാരോട് പടവെട്ടാൻ വേണ്ടി പല സ്ഥലങ്ങളിലും രംഗത്ത് വന്നിരുന്ന, അവരുടെ മുഖാമുഖങ്ങളിൽ പോയി മുജാഹിദുകൾക്ക് വേണ്ടി ചോദ്യം ചോദിച്ചിരുന്ന, മുജാഹിദുകളുടെ ഇന്റർനെറ്റ് ക്ലാസ് റൂമുകളിൽ ഖുബൂരികളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞിരുന്ന, ഖുബൂരികളുമായുള്ള വാദപ്രതിവാദത്തിൽ മുജാഹിദായി പങ്കെടുത്ത ആൾ കീഴ്ശേരിക്കടുത്ത പുൽപ്പറ്റയിൽ ചികിത്സ തുടങ്ങി. എന്താ? ദാമ്പത്യ പ്രശ്നം, സ്ഥിരമായ ദാമ്പത്യ പ്രശ്നം. അദ്ദേഹം എണ്ണി പറയണേ ഏതൊക്കെ വിഷയത്തിലാണ് ചികിത്സ? തലവേദന അല്ലെങ്കിൽ പനി, വയറുരോഗം, ഇതിനൊന്നുമല്ല. പിന്നെന്തിനൊക്കെയാണ് അയാളെ ചികിത്സ? പറയട്ടെ. ഒന്ന്, സ്ഥിരമായ ദാമ്പത്യ തകർച്ച, ഗൾഫിലെ കഫീലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഇത് പരിഹരിക്കാൻ ഇലാജ് ഖുർആൻ അസ്മാഉൽ ഹുസ്ന, ഇലാജുൽ ഖുർആൻ അസ്മാഉൽ ഹുസ്ന നോക്കണം. ഇലാജുൽ ഖുർആൻ അസ്മാഉൽ ഹുസ്ന. ഇത് ഏതെങ്കിലും തങ്ങന്മാരെ ചികിത്സയല്ല, പാണക്കാട് തങ്ങള് എഴുതി തരുന്ന കുറിപ്പല്ല. ഇതിന്റെ പേരിൽ 14 നൂറ്റാണ്ട് കാലത്തെ മുസ്ലിം ജനസഞ്ചയത്തെ ഇസ്ലാമിക ആദർശത്തിൽ നിന്ന് കാഫിറാണെന്ന് പറഞ്ഞുകൊണ്ട് പുറത്താക്കാൻ വേണ്ടി ഇവിടെ സംഘം ചേർന്നുകൊണ്ട് സംഘടന രൂപീകരിച്ച മുജാഹിദുകളുടെ തലതൊട്ടപ്പനാണ് ഇന്നിപ്പോൾ മഞ്ചേരിക്കടുത്ത് കീശ്ശേരിക്കടുത്തുള്ള പുൽപ്പറ്റ എന്ന് പറയുന്ന സ്ഥലത്ത് ചികിത്സാ കേന്ദ്രം. എന്താ അതിന്റെ പേര്? ഇലാജുൽ ഖുർആൻ അസ്മാഉൽ ഹുസ്ന. ഈ അസ്മാഉൽ ബദീന്നും കൂടി ഉണ്ടാവും ചിലപ്പോ കുറച്ച് കഴിഞ്ഞാൽ. പറയട്ടെ. ഇലാജ് ഖുർആൻ അസ്മാഉൽ ഹുസ്ന കൊണ്ട് ചികിത്സിക്കുന്നു. ഇവരറിഞ്ഞ ഞാൻ അയാളെ വിളിച്ചു, അല്ല സഹോദര, ഇങ്ങനെ ഒരു നോട്ടീസ് നിങ്ങളത് ഇറങ്ങിയെന്ന് കേട്ടു. ആ, ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, എന്താ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇത് ചെയ്യണത്? അത് സൗദി അറേബ്യയിൽ ഷെയ്ഖ് ഖഹ്താനി എന്ന് പറയുന്ന ഒരു പണ്ഡിതനുണ്ട്, അയാൾ ഒരു കിതാബുണ്ട്, അതിന്റെ അടിസ്ഥാനത്തിലാണ്. എന്റെ ശ്രോതാക്കളെ ശരിക്കും മനസ്സിലാകും. ഇവിടെ ഇലാജ് ഖുർആൻ അസ്മാഉൽ ഹുസ്ന എന്ന ചികിത്സാ കേന്ദ്രം ഇയാൾ തുടങ്ങിയത് സൗദി അറേബ്യയിൽ ഖഹ്താൻ എന്ന് പറയുന്ന ഒരു പണ്ഡിതനുണ്ട്, അദ്ദേഹത്തിന്റെ കിതാബിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ മനസ്സിലായില്ലേ? കേരളത്തിൽ മുജാഹിദുകളില് ജിന്നുമായി ബന്ധപ്പെട്ട വിവാദത്തിന്റെ കാരണം സൗദി അറേബ്യയാണ്. സൗദി അറേബ്യയിലുള്ള സലഫി പണ്ഡിതന്മാരാണ്. അവിടെയുള്ള സലഫി പണ്ഡിതന്മാർ, ഇബ്നു തൈമിയുടെ അനുയായികൾ, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ അനുയായികൾ, അവരുടെ സ്വാധീനം യഥാർത്ഥത്തിൽ 1920കളിൽ കേരളത്തിൽ മുജാഹിദുകൾ വന്നത് സൗദി അറേബ്യയിൽ നിന്നല്ല, മറിച്ച് സൗദി അറേബ്യയിൽ നിന്ന് ഈജിപ്തിലേക്ക് സംപ്രേഷണം ചെയ്യപ്പെട്ട വഹാബി പ്രസ്ഥാനം ഈജിപ്തിൽ നിന്ന് കുറച്ച് മോഡിഫിക്കേഷൻ വരുത്തി, കുറച്ച് നവീകരണം വരുത്തി, കുറച്ച് പാശ്ചാത്യ ചിന്താഗതികളും കേവല ഭൗതികവാദങ്ങളും പരിഷ്കരണങ്ങളും വരുത്തിക്കൊണ്ട് പരിഷ്കരിക്കപ്പെട്ട വഹാബിസമാണ്, ഈജിപ്തിൽ നിന്ന് കടമെടുത്ത വഹാബിസമാണ് ഇത്രയും കാലം കേരളത്തിൽ പ്രവർത്തിച്ചിരുന്നത്. ഇപ്പൊ സൗദി അറേബ്യയിലുള്ള വഹാബിസത്തിന്റെ ചില നാമ്പുകൾ ഇവരിൽ സ്വാധീനം ചെലുത്താൻ തുടങ്ങി. അതാണ് സംഭവിച്ചത്. അങ്ങനെ 2002 മുജാഹിദുകൾ രണ്ടായി പിളർന്നു. ജിന്നുകളുമായി ചികിത്സയും ജിന്നുകളുടെ സപ്പോർട്ട് ആവശ്യപ്പെടലും ഇതങ്ങനെ അപങ്കുലം തുടങ്ങിയപ്പോൾ കേരളത്തിലുള്ള സുന്നികളുടെ ആവേശമായ മഹാനായ അബ്ദുൽ ഹമീദ് ഫൈലി അമ്പലക്കടവറുകൾ 25 ചോദ്യങ്ങളുമായി മുജാഹിദുകളെ നേരിട്ടു. 25 ചോദ്യങ്ങൾ. ജനങ്ങൾക്കിടയിൽ ആ ചോദ്യങ്ങൾ പരസ്യമായി വിതരണം ചെയ്യപ്പെട്ടു. മുജാഹിദുകളോട് ചോദിച്ചു, നിങ്ങൾക്ക് ജിന്നുകളോട് സഹായം ചോദിക്കാം, മലക്കുകളോട് സഹായം ചോദിക്കാം, എന്നാൽ മഹാത്മാക്കളോട് എന്തുകൊണ്ട് സഹായം ചോദിച്ചുകൂടാ?
ജിന്നുകളോട് സഹായം ചോദിക്കുന്നത് ശിർക്കല്ലെങ്കിൽ, മലക്കുകളോട് സഹായം ചോദിക്കുന്നത് ശിർക്കല്ലെങ്കിൽ, മഹാത്മാക്കളോട് സഹായം ചോദിക്കുന്നത് എന്തുകൊണ്ട് ശിർക്കാകും? എന്താ വ്യത്യാസം? എല്ലാം മറഞ്ഞ മാർഗത്തിലല്ലേ? ഈ ചോദ്യത്തിന്റെ മുമ്പിൽ മുജാഹിദ് പ്രസ്ഥാനം അമ്പലക്കടവ് ഉസ്താദിന്റെ അമ്പരപ്പിക്കുന്ന ചോദ്യങ്ങൾക്ക് മുമ്പിൽ മുജാഹിദ് പ്രസ്ഥാനം അമ്പരം. ഇതാണ് ഇപ്പോൾ 2012 മുജാഹിദുകൾ വീണ്ടും ഭിന്നിക്കാൻ കാരണം. ഇന്ന് നിങ്ങൾ നോക്കൂ, കഴിഞ്ഞ ഞായറാഴ്ച കോഴിക്കോട് രാമനാട്ടുകരയിൽ സമ്മേളനം നടത്തിയ മുജാഹിദുകൾ സന്തോഷത്തോടുകൂടിയാണോ പിരിഞ്ഞു പോകുന്നത്, അതോ ദുഃഖത്തോടുകൂടിയാണോ പിരിഞ്ഞു പോകുന്നത്? സന്തോഷത്തോടുകൂടിയല്ല. കാരണം അവരെ തമ്മിൽ സംഘർഷവുമായിരുന്നു. ജിന്നിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ നാം അംഗീകരിക്കണ്ടേ എന്നതിനെ ചൊല്ലിക്കൊണ്ട് വാഗ്ദാനങ്ങളായിരുന്നു അവർ നടത്തിയിരുന്നത്. സമാപന സമ്മേളനത്തിൽ പോലും ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അപ്പോ മുജാഹിദുകൾ 2012 ഇന്ന് വീണ്ടും പിളർന്നു. ഔദ്യോഗിക വിഭാഗം KNM സക്കരിയ സലാഹിയുടെ നേതൃത്വത്തിൽ, ഹുസൈൻ സലഫിയുടെ നേതൃത്വത്തിൽ, മുജാഹിദ് ബാലുശ്ശേരിയുടെ നേതൃത്വത്തിൽ വീണ്ടും പിളർന്നു. ഒരു വിഭാഗം പറയുന്നത് ജിന്നുകളോട് വിജനമായ ഒരു സ്ഥലത്ത് എത്തിപ്പെട്ടാൽ സഹായം ചോദിക്കുന്നത് ശിർക്കല്ല. അപ്പൊ ഔദ്യോഗിക വിഭാഗം ഇങ്ങനെ പോയാൽ മുജാഹിദിന്റെ അടപ്പൂരും, ഞങ്ങളെ മലപ്പുറം ഭാഷയിൽ പറഞ്ഞാൽ അടപ്പൂരും, നിങ്ങളെ ഭാഷയിൽ എന്താ പറയാ? ഞങ്ങളെ ഭാഷയിൽ പറയും അടപ്പൂരും എന്ന് പറഞ്ഞാല് പറ്റല്ലാതെയാവും. അടപ്പൂരും എന്ന് കണ്ടപ്പോ സക്കരിയ സലാഹിയെയും മുജാഹിദ് ബാലുശ്ശേരിയെയും ഇപ്പൊ ഏറ്റവും ഒടുവിൽ ഹുസൈൻ സലഫിയെയും KNM-ൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ്. അപ്പൊ ഈ സംഭവത്തിന്, ഈ പിളർപ്പിനു കാരണം ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ഫൈദിയുടെ സന്ദർഭോചിതമായ 2007 ശക്തമായ ഇടപെടലായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. ഞാൻ മാത്രമല്ല പറയുന്നത്. നിങ്ങൾ നോക്കൂ, KNM പുറത്താക്കിയ സക്കരിയ സലാഹി അറിയില്ലേ? നിങ്ങൾക്കറിയില്ലേ സക്കരിയ സലാഹിയെ? സുന്നികളെ ഖുറാഫികൾ എന്ന് വിളിക്കുന്നയാൾ, മഹാന്മാരായ ഇമാമിങ്ങളെ ഖാജാക്കന്മാരെന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കി നടന്നയാൾ, വലിയ വലിയ ആരിഫീങ്ങളെയൊക്കെ മതഭ്രഷ്ടരെന്ന് പറഞ്ഞുകൊണ്ട്, മൂർത്തത്വെന്ന് പറഞ്ഞുകൊണ്ട് പരസ്യമായി പ്രസംഗിച്ചു നടന്നയാൾ. അയാൾ തന്നെ പറയട്ടെ എന്തുകൊണ്ടാണ് ഇവിടെ മുജാഹിദുകൾക്ക് പിളർപ്പുണ്ടായത്. അബ്ദുൽ ഹമീദ് ഫൈദിയുടെ ഇടപെടലിനെ കുറിച്ച് അദ്ദേഹം പറയുന്നു. സക്കരിയ സലാഹിയുടെ ആകാത്തത് എന്തുകൊണ്ട്? ഇതാണ് ജനങ്ങളിവിടെ വിശദീകരിക്കുന്നത്. ഇതാർക്കും മറുപടിയാ? ഇത് അമ്പലക്കടവിന് മറുപടിയാണ്. എല്ലാ സലഫി പണ്ഡിതന്മാരും ഖുറാഫികൾക്ക് മറുപടി പറയുന്നിടത്താണ് ഈ ഹദീസ് പറഞ്ഞിട്ടുള്ളത്. അതായത് ജിന്ന് ശൈത്താൻ വിഷയം വന്നപ്പോ അമ്പലക്കടവ് പോയി ചാടിക്കൊത്തി, നിങ്ങളെ തൗഹീദ് പൊളിഞ്ഞില്ലേ? ജിന്നും മലക്കും അഭൗതിക ജീവികളല്ലേ? അവർ അഭൗതികളിൽ വിശ്വസിച്ചാൽ അത് ശിർക്കല്ലേ? അപ്പൊ നിങ്ങളെ തൗഹീദ് പൊളിഞ്ഞില്ലേ? അപ്പൊ മറുപടി കൊടുത്തു, അഭൗതിക ജീവി എന്നൊന്നില്ല. അഭൗതിക കഴിവ് എന്ന് പറഞ്ഞ അള്ളാന്റെ മാത്രം കഴിവാണ്. മറ്റുള്ള കഴിവൊന്നും അഭൗതികമല്ല. മലക്കിന്റെ കഴിവും ജിന്നിന്റെ കഴിവും അഭൗതികമല്ല. മനുഷ്യർക്കില്ലാത്ത പല കഴിവും മലക്കുകൾക്കുണ്ടാകും, ജിന്നുകൾക്കുണ്ടാകും. പക്ഷെ അതിനെ കുറിച്ച് അഭൗതികമെന്ന് പറഞ്ഞുകൂടാ. അഭൗതികമെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹ്ക്ക് മാത്രമുള്ള കഴിവാണ്. കണ്ടോ? അങ്ങനെ അപ്പൊ അഭൗതികം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹ്ക്ക് മാത്രമുള്ള കഴിവാണ്. ഈ മറുപടി ഇവർക്ക് എഴുതേണ്ടി വന്നത് ഹമീദ് ഫൈസിയുടെ ഇടപെടലാണ്. നിങ്ങൾ നോക്കൂ, 2007 ഏപ്രിൽ മാസത്തിൽ മുജാഹിദുകളുടെ ജിഹയായ ഇസ്ലാഹ് മാസിക, അൽ ഇസ്ലാഹ് മാസിക, ആ ഇസ്ലാഹ് മാസികയിൽ എഴുതി ഹമീദ് ഫൈസിയുടെ അമ്പലക്കടവിന്റെ അതിഗംഭീര ചോദ്യങ്ങൾ എന്ന തലക്കെട്ടിൽ ഇവരെഴുതിയ ലേഖനത്തിൽ ഇവരുടെ മുഷാവറ മെമ്പറായിരുന്ന ജബ്ബാർ മൗലവിയാണ് എഴുതുന്നത്. കൊണ്ടോട്ടിക്കാരൻ ജബ്ബാർ മൗലവി. എന്നാണ് അദ്ദേഹം പറയുന്നത്, രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞു നീങ്ങുന്ന ഒരാൾ, രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞു നീങ്ങുന്ന ഒരാൾ തന്റെ തൊട്ടടുത്തുനിന്ന് ശബ്ദം കേൾക്കുന്നു, ആളെ കാണുന്നില്ല. ഒച്ച കേട്ടു, ആളെ കാണുന്നില്ല. തന്റെ മുമ്പിലുള്ള ഈ ശബ്ദത്തിന്റെ ഉടമ ജിന്നായിരിക്കാം എന്ന വിശ്വാസത്തിൽ എന്നെ ഒന്ന് സഹായിക്കാമോ, ഒരു വെളിച്ചം തരാമോ എന്നാവശ്യപ്പെട്ടാൽ അത് അഭൗതികമോ
കാര്യകാരണ ബന്ധത്തിനപ്പുറമുള്ളതോ അല്ലെങ്കിൽ സൃഷ്ടികളുടെ കഴിവിൽപ്പെടാത്തത് തേടുകയില്ല. ആ സഹായാർത്ഥന ശിർക്കുമല്ല. ഇതാണ് മുജാഹിദുകളെ പിളർത്തിയത്. തീർന്നില്ല. പകൽ വെളിച്ചത്തിൽ വിജനമായ മരുഭൂമിയിലൂടെ വഴിയറിയാതെ നടന്നു നീങ്ങുന്ന ഒരാൾ, പരിസരത്ത് ആരെയും കാണുന്നില്ല. ഇവിടെ എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും, ഇയാളെ ഇതാണ് ബ്രാക്കറ്റില് മനുഷ്യൻ, മലക്ക്, ജിന്, എന്നെ സഹായിക്കട്ടെ എന്നു നിശ്ചയിച്ച് പടപ്പുകളെ എന്നെ സഹായിക്കണേ, എനിക്ക് വഴി കാണിച്ചു തരണേ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുവെങ്കിൽ അഭൗതിക മാർഗത്തിലുള്ള സഹായത്തേട്ടം വരില്ല. അതുകൊണ്ടത് ശിർക്കുമല്ല. ഈ മറുപടിയാണ് മുജാഹിദുകളെ പിളർത്തിയത്. മാത്രമല്ല അത് അന്നൊന്നും പിളർത്തിയില്ല. 2007, 2008, 2009, 2010, 2011, 2011 വരെ 5 വർഷം തുടർച്ചയായി സക്കരിയ സലാഹിയും അനസ് മൗലവിയും ഹനീഫ് കായക്കൊടിയും അബ്ദുറഹ്മാൻ സലഫിയും എല്ലാവരും ഇതേ വാദക്കാരായി. വിജനമായ സ്ഥലത്ത് ജിന്നെ അല്ലെങ്കിൽ മലക്കെ അതല്ലെങ്കിൽ എന്റെ ശബ്ദം ശ്രവിക്കുന്ന അദൃശ്യ ജീവികളെ സഹായിക്കണേ എന്ന അദൃശ്യമാർഗത്തിലൂടെ സഹായം ചോദിക്കുന്നത് ശിർക്കല്ല. നേരത്തെ ഉമർ മൗലവി പറഞ്ഞതിനെതിരെ അതാ മുജാഹിദുകൾ ഒരു നൂറ്റാണ്ടായപ്പോഴത്തേക്ക് മാറി 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 പരിണാമങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിണാമത്തിന്റെ ഒരു നൂറ്റാണ്ടാണ് ഇവിടെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്, നവോത്ഥാനത്തിന്റെ നൂറ്റാണ്ടല്ല. നിങ്ങൾ നോക്കൂ, അഹമ്മദ് അനസ് മൗലവി ഉണ്ട്. ഇപ്പോ സക്കരിയ സലാഹിനെ KNM-ൽ നിന്ന് പുറത്താക്കിയതിന്റെ പിന്നിൽ സക്കരിയ സലാഹിക്കെതിരിൽ ഉറഞ്ഞു തുള്ളി പ്രസംഗിക്കുന്ന ആളാണ് അനസ് മൗലവി. നിങ്ങൾക്ക് അറിയോ അറിയില്ലെന്ന് എനിക്കറിയില്ല. ഏതായാലും അയാള് 5 കൊല്ലം ഈ വാദവുമായി പ്രസംഗിച്ച് നടന്നു. ഇപ്പൊ അയാള് തൗബ ചെയ്യാണ്. റബ്ബേ എനിക്ക് പുറത്തു തരണേ, ഞാൻ 5 കൊല്ലത്ത് പറഞ്ഞു നടന്നതിന്റെ അബദ്ധം പറ്റിയിട്ടില്ലെങ്കിൽ പുറത്തു തരണേ. നിങ്ങൾ നോക്കൂ, ഇത്രയും കാലം ഒരു കാലത്ത് ജിന്നിനോടോ മലക്കിനോടോ മനുഷ്യാത്മാക്കളോ അഭൗതികമായി സഹായം ചോദിച്ചാൽ ശിർക്കാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്താണെന്ന് പറഞ്ഞു നടന്നിരുന്ന ആളുകൾ പിന്നെ പറയുന്നു മലക്കുകളോടും ജിന്നുകളോടും അല്ലെങ്കിൽ അദൃശ്യമായി എന്റെ ശബ്ദം ശ്രവിക്കുന്ന മനുഷ്യരോടോ സഹായം ചോദിക്കുന്നത് ശിർക്കല്ല. 5 കൊല്ലം ഇവർ പ്രസംഗിച്ചു നടന്നു. അനസ് മൗലവി പറയട്ടെ, അയാൾ എന്നിട്ട് ഇപ്പൊ തൗബ ചെയ്യാണ്. പറയട്ടെ. ഹനീഫ് മൗലവി പറഞ്ഞത് ക്ഷണിക്കുകയാണ്. ഞങ്ങൾ രണ്ടുപേരും അതിലൊരുക്കമാണ്. ആര് കഥെഴുതിയാലും ആര് ഞങ്ങൾ പിന്തിരിപ്പിച്ചാലും ഈ തൗഹീദ് സ്ഥാപിക്കാൻ വേണ്ടി ഞങ്ങൾ മുന്നിലുണ്ടാകും. പിന്നോട്ട് പോകുന്ന പ്രശ്നമില്ല. ഒരു കത്തിന്റെ പേരിലോ ആരെങ്കിലും വിളിച്ച് പ്രകോപിപ്പിച്ചാലോ പ്രലോഭിപ്പിച്ചോ ഖുർആൻ മറിച്ചു നോക്ക്. അല്ല പറയാ ഞങ്ങൾ പഠിപ്പിച്ചു തന്നതാണ്. എന്താ അല്ല പറഞ്ഞത്? അത് പറയാതെ മൂടി വെച്ചാൽ അള്ളാഹു അവരെ ശപിക്കും. ശപിക്കുന്നവർ മുഴുവനും അവരെ ശപിക്കും. ഞങ്ങൾ മുമ്പ് പറഞ്ഞു പോയിട്ടുണ്ടല്ലോ, ഇനി ഞങ്ങൾ എങ്ങനെ പറയും? ഞങ്ങൾ മുമ്പും പറഞ്ഞു പോയിട്ടുണ്ടല്ലോ. നീന്തി തുടിക്കുന്ന പരൽമീനുകൾ പോലും അവരെ ശപിച്ചുകൊണ്ടിരിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുമ്പോ ആ ശാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താ ചെയ്യേണ്ടത്? ഇല്ലല്ലദീന താബൂ വഅസ്ലഹൂ വബയ്യനൂ. ഒന്നാമത് തൗബ ചെയ്യുക. ഞാൻ പറയുന്നു ഞങ്ങൾ ജബ്ബാർ മൗലവിയുടെ ഞങ്ങൾ സ്വീകരിച്ചിട്ട് ജിന്നിനോട് തേടൽ ശിർക്കല്ല എന്ന് ഞങ്ങളുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഞങ്ങൾ അറിഞ്ഞോ അറിയാതെയോ പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ, എഴുതിയിട്ടുണ്ടെങ്കിൽ, രഹസ്യമായോ പരസ്യമായോ വാദിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ മുന്നിൽ റബ്ബിന്റെ മുന്നിൽ ഞങ്ങൾ തൗബ ചെയ്യുന്നു. ഇത്രയും കാലം ജിന്നിനോട് സഹായം തേടുന്നത് ശിർക്കല്ല എന്ന് ഞങ്ങൾ പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അള്ളാഹിന്റെ മുമ്പിൽ ഞങ്ങൾ തൗബ ചെയ്യുന്നു. ഇയാൾ തൗബ ചെയ്യാണ്. ഇപ്പോ 5 കൊല്ലം ഇത് ശിർക്കല്ല എന്ന് പ്രസംഗിച്ച് നടന്നാല് ഇപ്പൊ തൗബ ചെയ്യുക. 2012 നോക്കൂ. എഴുതിയിട്ടുണ്ടെങ്കിൽ, രഹസ്യമായോ പരസ്യമായോ വാദിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ മുന്നിൽ റബ്ബിന്റെ മുന്നിൽ ഞങ്ങൾ തൗബ ചെയ്യുന്നു. അതൂബു ഇലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. അള്ളാഹുവേ ഞങ്ങൾക്ക് നീ പൊറുച്ചു തരണേ. കണ്ടോ, അയാളെ കണ്ണ് എനിക്ക് ഇവിടുന്ന് നോക്കിയിട്ട് കാണുന്നില്ല. അയാൾ കരയാ. 5 കൊല്ലം ഇത് പ്രസംഗിച്ച് നടന്നു. 2007 മുതൽക്ക് ഇത് പ്രസംഗിച്ച് നടന്നു. ഇപ്പോൾ അയാൾ പറയുന്നു ഞങ്ങൾ തൗബ ചെയ്യുന്നു. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ തൗബ ചെയ്താൽ മതിയോ? എത്ര ജനങ്ങൾ നിങ്ങൾ വഴിപിഴപ്പിച്ചു? ഇതിന്റെ പേരിൽ എത്ര ആളുകൾ നിങ്ങൾ
മുശ്രിക്കാക്കി? എത്ര ആളുകൾ നിങ്ങൾ കാഫിറാക്കി? ആ ആളുകളൊക്കെ മരിച്ചുപോയില്ലേ? കുറെ ആളുകൾ ഖബറിലെത്തിയില്ലേ? അവരുടെ പാപഭാരം നിങ്ങൾ ഏറ്റെടുക്കുമോ? സ്റ്റിൽ എന്തെങ്കിലും കഴിക്കാൻ പോരാ, സ്റ്റേജിൽ കയറിക്കൊണ്ട് കള്ളക്കണ്ണീര് പ്രസംഗിച്ചാൽ പോരാ. ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് മുസ്ലിമീങ്ങളെ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി നിങ്ങൾ കൊണ്ടുവന്ന പുത്തനാശയം, ആ ആശയത്തിന്റെ പേരിൽ നിങ്ങൾ പരസ്യമായി മാപ്പ് ചോദിക്കുകയാണ് വേണ്ടത്. ഈ മുതലക്കണ്ണീർ പരലോകത്ത് നിങ്ങളെ രക്ഷപ്പെടുത്തുകയില്ല. ഒഴുക്കത്തെ അയാൾ മുതലക്കണ്ണീർ വീണ്ടും തുടരുന്നു. രണ്ടാമതല്ല ഞങ്ങളോട് പറഞ്ഞു നന്നാക്കാൻ. ഞങ്ങൾ നന്നാക്കുന്നു. ഞങ്ങളുടെ നിലപാട് ആ നന്നാക്കിയ നിലപാടെന്താ? ഞങ്ങൾക്ക് ജംഇയ്യത്തുൽ ഉലമ പറയണം. അദ്ദേഹം അങ്ങനെ തുടർന്നു പോവുകയാണ്. അദ്ദേഹം അങ്ങനെ തുടർന്നു പോവുകയാണ്. തൗബ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പരസ്യമായ സ്റ്റേജിൽ. ഇവിടെ എന്താ സംഭവിച്ചത്? 2007 മുതൽ 2012 വരെ അല്ലെങ്കിൽ 2011 വരെ ജിന്നിനോട് മലക്കിനോട് സഹായം ചോദിക്കുന്നത് ശിർക്കല്ല എന്ന് പ്രസംഗിച്ച് നടന്നിരുന്ന ആളുകൾ ഇപ്പോൾ സക്കരിയ സലാഹി പുറത്താക്കാൻ വേണ്ടി പറയുന്നു ശിർക്കാണ്. അങ്ങനെ ഞങ്ങൾ നേരത്തെ എഴുതിയതും പറഞ്ഞതിന്റെയും പേരിൽ ഞങ്ങൾ തൗബ ചെയ്യുന്നു, അള്ളാഹുവിനോട് തൗബ ചെയ്യുന്നു എന്ന് അദ്ദേഹം കണ്ണീരൊലിപ്പിക്കുകയാണ്. നിങ്ങൾ നോക്കൂ, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഇതപര്യന്തമുള്ള ചരിത്രം എന്താണ്? മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഇതപര്യന്തമുള്ള ചരിത്രം? ജിന്ന് ലോകത്തെ നിഷേധിച്ചവരാണ് മുജാഹിദുകൾ. യഥാർത്ഥത്തിൽ ജിന്ന് ലോകത്തെ നിഷേധിക്കുന്നത് വിശുദ്ധ ഖുർആനിനെതിരല്ലേ? വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, വമാ ഖലഖതുൽ ജിന്നൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യരെ മാത്രമല്ല ജിന്നുകളെയും നാം പഠിച്ചത് എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അപ്പൊ മനുഷ്യരുടെ സഹോദര സമുദായങ്ങളാണ് ജിന്നുകൾ എന്ന് വിശുദ്ധ ഖുർആൻ കൃത്യമായി പഠിപ്പിച്ച ജീവിവർഗമായ ജിന്നുകൾ. ആ ജിന്നുകളെ നിഷേധിക്കുകയായിരുന്നില്ലേ നൂറ്റാണ്ടുകളായിട്ട് മുജാഹിദുകൾ ഇവിടെ ചെയ്തിട്ടുള്ളത്? ജിന്നുകൾ നിഷേധിച്ചവർ ഇപ്പൊ പറയുന്നു കുറച്ചു കാലം ജിന്നുകളോട് സഹായം ചോദിക്കാം, ഇപ്പൊ പറയുന്നു സഹായം ചോദിക്കാൻ പാടില്ല. ഇതിലേതാ ശരി? ഒരു കാലത്ത് ജിന്ന് നിഷേധിച്ചവർ, സിഹറിനെ നിഷേധിച്ചവർ. നിങ്ങൾ നോക്കൂ, ഇത് ഞാൻ വെറുതെ പറയില്ല. ജിന്നുകൾ എന്ന് പറയുന്നത് നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത ഒരു പ്രത്യേക ജീവികളാണ്. അതേ സമയത്ത് ജിന്നുകൾക്ക് നമുക്ക് കാണാൻ പറ്റുന്ന കോലത്തിൽ രൂപാന്തരപ്പെട്ടുകൊണ്ട് നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാനും കഴിയും. ഇതാണ് ജിന്നുകളുടെ സ്വഭാവം. എന്നാൽ മുജാഹിദുകൾ ഇതുവരെ പറഞ്ഞു വന്നിരുന്നത് എന്താ? അങ്ങനെ വിഭാഗമൊന്നുമില്ല. ജിന്നുകൾ എന്ന് പറഞ്ഞാൽ കാട്ടുവാസികളാണ്, അപരിഷ്കൃതരാണ്, പ്രാകൃത ജീവികളാണ്, ആദിവാസികളാണ്. നമ്മൾ നിലമ്പൂരിലൊക്കെ ഉള്ള ആദിവാസികളെ കണ്ടിട്ടില്ലേ? നിലമ്പൂരിലൊക്കെ അവരാത്ര ജിന്നാണ്. ഇതാരാ പറയുന്നത്? മുജാഹിദേരം പറയുന്നത് കേൾക്കൂ, പറയട്ടെ. ഇനി ജിന്ന് ലോകത്ത് നിഷേധിച്ചവർ സത്യവിശ്വാസികളിൽ വളരെ വിരളാണ്, വളരെ കുറഞ്ഞ ആൾക്കാരാണ്. അത് നമ്മുടെ നാട്ടിലെ CN അഹമ്മദ് മൗലവിയെ പോലത്തെ ആൾക്കാരും ആ കൂട്ടത്തിൽ പെട്ടിട്ടുണ്ട്. പറയൂ. പ്രാകൃത ജീവികളാണ്, അപരിഷ്കൃതരാണ്, ആദിവാസികളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് ഭൗതികമായ ചില ദുർവ്യാഖ്യാനങ്ങൾ നൽകാൻ വേണ്ടി ശ്രമിച്ച ആളുകളുണ്ട്. റഷീദ് റിദയെ പോലുള്ള ഉന്നതരായ ചില ഈജിപ്ഷ്യൻ പണ്ഡിതന്മാരും അത്തരം പിഴവുകൾ ഏറ്റെടുത്ത് പ്രചരിപ്പിച്ചവരാണ് എന്ന യാഥാർത്ഥ്യം നമ്മൾ മറക്കരുത്. ഈ യാഥാർത്ഥ്യം ഒരിക്കലും നമ്മൾ മറക്കരുത്. ആരാ റഷീദ് റിദ? ആരാ? അപ്പൊ നമ്മൾ ഷാഫി ഇമാം ആരാന്ന് ചോദിച്ചാൽ എന്താ നിങ്ങൾ പറയാ? ഞാൻ സദസ്സിനോട് ചോദിക്കട്ടെ, ആരാണ് ഷാഫി ഇമാം? നമ്മൾ ആരാണ്? എന്തായാലും ഒന്നും മിണ്ടാത്തത്? നമ്മളെ മദ്ഹബിന്റെ ഇമാമല്ലേ? നാം എങ്ങനെ നിസ്കരിക്കണം, എങ്ങനെ നോമ്പ് നോൽക്കണം, എങ്ങനെ ഹജ്ജ് ചെയ്യണം, എങ്ങനെ സകാത്ത് കൊടുക്കണം, എങ്ങനെ മറ്റു കാര്യങ്ങൾ നിർവഹിക്കണം എന്ന് ഖുർആനിന്റെയും ഹദീസിന്റെയും വെളിച്ചത്തിൽ നമ്മെ പഠിപ്പിച്ച നമ്മുടെ നായകൻ മഹാനായ സയ്യിദുനാ ഇമാമുന ശാഫിഈ റളിയല്ലാഹു തആല അൻഹു. ആ ഷാഫി ഇമാം നമ്മുടെ നേതാവായി കാണുന്നത് പോലെ കേരളത്തിലുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാവാണ് റഷീദ് റിദ. ഇത് ഞാൻ വെറുതെ പറയല്ല. എന്റെ കയ്യിലുള്ളത് ഗൾഫ് സലഫിസഹും മുജാഹിദ് പ്രസ്ഥാനവും എന്ന MA മുഹമ്മദ് സുലമിയുടെ പുസ്തകമാണ്. ഈ പുസ്തകത്തിന്റെ 24ാമത്തെ പേരിൽ പറയുന്നു, മുസ്ലിം ഐക്യ സംഘത്തിന്റെ കാലം മുതൽ കേരളത്തെ നവീകരണ പ്രസ്ഥാനത്തെ സ്വാധീനിച്ചിരുന്ന അറേബ്യൻ മുസ്ലിം ഐക്യ സംഘം. തൃശൂർ ജില്ലക്കാർക്ക് മുസ്ലിം ഐക്യ സംഘം പരിപ്പെടുത്തി തരേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ നാട്ടിൽ കൊടുങ്ങല്ലൂരിനടുത്തുള്ള ഏറിയാട് എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥാപിക്കപ്പെട്ട മുജാഹിദിന്റെ ആദ്യകാല
സംഘടനയാണ് മുസ്ലിം ഐക്യ സംഘം. ആ മുസ്ലിം ഐക്യ സംഘത്തിന്റെ കാലം മുതൽ കേരളത്തിലെ നവീകരണ പ്രസ്ഥാനത്തെ സ്വാധീനിച്ചിരുന്ന അറേബ്യൻ സ്രോതസ് ഈജിപ്തായിരുന്നതിനാൽ ജമാലുദ്ദീൻ അഫ്വാനി, ഷെയ്ഖ് മുഹമ്മദ് അബ്ദു, സയ്യിദ് റഷീദ് റിള തുടങ്ങിയവരെ വളരെ ആദരപൂർവമാണ് ഇസ്ലാഹി നേതാക്കൾ പരിചയപ്പെടുത്തിയിരുന്നത്. കണ്ടോ, തീർന്നില്ല. ഇതിൽ പറയുന്നു, നോക്കൂ, സുപ്രസിദ്ധ മത പണ്ഡിതനായിരുന്ന സയ്യിദ് റഷീദ് റിളയുടെ പത്രാധിപത്യത്തിൽ നടന്നിരുന്ന അൽമനാറിന്റെ ഒരു വായനക്കാരനായിരുന്നു വക്കം മൗലവി സാഹിബ്. സയ്യിദ് ജമാലുദ്ദീൻ അഫ്വാനി, ഈജിപ്തിലെ മുഫ്തിയായിരുന്ന ഷെയ്ഖ് മുഹമ്മദ് അബ്ദു, സയ്യിദ് റഷീദ് റിള മുതലായ സച്ചരിതന്മാരുടെ നായകത്വത്തിൽ പുരോഗമിച്ചുകൊണ്ടിരുന്ന ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ കേരളത്തിലെ പ്രഥമ പ്രബോധകൻ മൗലവി സാഹിബായിരുന്നു റഷീദ് റിള. റഷീദ് റിളയാണ് കേരളത്തിൽ വഹാബിസം പ്രസരണം ചെയ്തത്. ആ റഷീദ് റിള ജിന്ന് നിഷേധിയായിരുന്നു. ആരാ പറയുന്നത്? മുജാഹിദ് മൗലവി. മനസ്സിലാക്കണം. ഇപ്പൊ എവിടെത്തി? ജിന്നിനെ നിഷേധിച്ചിരുന്ന മുജാഹിദുകൾ പരിണാമത്തിന്റെ ചക്രങ്ങൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് മുജാഹിദുകളിൽ. ഞാൻ ദീർഘിച്ച് കൂടുതൽ പറയുന്നില്ല. നമ്മളെ KNM-ൽ നിന്ന് 2012 പുറത്താക്കപ്പെട്ട സക്കരിയ സലാഹി വരെ ഇപ്പൊ ജിന്നിനെ ചികിത്സിച്ചു എന്നാ കേട്ടത്. അല്ല, ഈ ജാതി ചികിത്സ നടത്തിയെന്നാണ്, ശൈത്താൻ ചികിത്സ. സക്കരിയ സലാഹി ചികിത്സ നടത്തുന്നുണ്ട്. അതല്ല രസം. പാണക്കാട് തങ്ങൾ പാപ്പ നൂല് മന്ത്രിച്ചൂതിയതിനെ ശിർക്കിന്റെ മന്ത്രമെന്ന് ആക്ഷേപിച്ചവർ കേരളത്തിലുള്ള സയ്യിദുമാരെയും പണ്ഡിതന്മാരെയും ജിന്ന് പൂജകരായി, പിശാചിന്റെ സേവകന്മാരായി ചിത്രീകരിച്ചു നടന്നിരുന്നവർ ഇന്നിതാ പിശാചിന്റെ പേരിൽ ചികിത്സ നടത്തുന്നു. ആരാ ചികിത്സ നടത്തുന്നത്? സാക്ഷാൽ സക്കരിയ സലാഹി. സക്കരിയ സലാഹി ഇപ്പൊ KNM-ൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. ചെറുപ്പക്കാരധികം സക്കരിയ സലാഹിന്റെ പിന്നിലാണെന്നാണ് റിപ്പോർട്ട്. എന്തോ അവൻ സക്കരിയ സലാഹി ഒരു ഭ്രാന്ത് പിടിച്ച ഒരു മനുഷ്യനെ ചികിത്സിക്കുന്ന ഒരു രംഗുണ്ട്. ഇത് കേട്ടിട്ടുണ്ടത്? ആ രംഗം ഒന്ന് കേൾപ്പിച്ചു കൊടുക്കൂ. ഞാൻ ഇടയിൽ കൂടുതൽ ഇടപെടുന്നില്ല. ഒരാള് ഒരു ചോദ്യം ചോദിക്കുകയാണ്, നിങ്ങള് ഈ ജിന്നിന്റെ ചികിത്സ, ശൈത്താന്റെ ചികിത്സ നടത്തിയിട്ടുണ്ടോ എന്നൊരു ചോദ്യം. ആ ചോദ്യം ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്താണ്, കേൾക്കട്ടെ. നിങ്ങൾക്ക് പൂർണ്ണമായും ശൈത്താന്റെ പാതയാണെന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് നിങ്ങൾ ഷാർജയിലേക്ക് അയച്ചത്. അത് എങ്ങനെയൊക്കെ ബോധ്യപ്പെട്ടത്? ഷാർജയിലേക്കല്ല, എവിടെ കാണാമോ പോയി നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എങ്ങനെയാണ് പൂർണ്ണമായും ശൈത്താന്റെ പാതയാണെന്ന് ബോധ്യപ്പെട്ടത്? ചോദ്യത്തിന്റെ കുട്ടൻസ് മനസ്സിലായില്ലേ? ഈ രോഗിക്ക് ഇത് ശൈത്താൻ ബാധയാണെന്ന് എങ്ങനെയാണ് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടത്? ഒരു രോഗി ഇങ്ങനെ ഇളകുന്നുണ്ട്, അപ്പൊ അത് ശൈത്താൻ ബാധയാണെന്ന് എങ്ങനെയാണ് താങ്കൾക്ക് ബോധ്യപ്പെട്ടത് എന്നാണ് ചോദ്യം. അദ്ദേഹത്തെ ആൻസർ ഒന്ന് കേൾക്കൂ. എനിക്ക് ആ കുട്ടിയെ നേരത്തെ പരിചയമുള്ള ആളാണ്. ആ കുട്ടിക്ക് ഞാൻ ആദ്യം ഇദ്ദേഹത്തിനെ മുജാഹിദ് ബാലിശ്ശേരി വിളിച്ചു. മുജാഹിദ് ബാലിശ്ശേരിയോട് ഇങ്ങനെ പറഞ്ഞു, എനിക്കിങ്ങനെ വല്ലാത്ത അസ്വസ്ഥതകളുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു മുഹമ്മദ് ഹസന്റെ അടുത്ത് പോയി നോക്കാൻ പറഞ്ഞു. മുഹമ്മദ് ഹസൻ എന്ന് പറയുന്നത് നമ്മുടെ ഫറൂഖ് ചികിത്സ മഞ്ചേരിയിലുണ്ടായ ചികിത്സാ കേന്ദ്രം. അതായത് സാധാരണ മെന്റൽ ചികിത്സകനാണ് അദ്ദേഹം. മനഃശാസ്ത്ര വിദഗ്ധനാണ്, മെന്റലുള്ള ആളുകളെ ചികിത്സിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പറഞ്ഞേക്കാൻ മുജാഹിദ് ബാലുശ്ശേരി പറയാണ്, നീ മുഹമ്മദ് ഹസന്റെ അടുത്ത് ചെല്ലാൻ. ഫറൂഖിലുള്ള ഈ മാനസികരോട് ചികിത്സിക്കുന്ന ആളാണ്. അയാളടുത്ത് പോയപ്പോ അയാള് പിന്നെ നീ ഇന്ന ആളല്ലേ, ഇവിടുന്നല്ലേ പിന്നെ എന്തൊക്കെ ചോദിച്ചത്. അപ്പൊ പിന്നെ ആകെ വിഷമായി. പിന്നെ ചെറുതേൻ കൊടുത്തു. പിന്നെ വയറിന അസുഖമൊക്കെ മാറി. ഇത് മാറിയില്ല. അപ്പൊ ഈ ബാധ മാറിയില്ല, ഈ ഇളക്കം അത് മാറിയില്ല എന്നാണ്. ബാലുശ്ശേരി പറഞ്ഞങ്ങള് സുഹൃത്ത് മറിയമിന്റെ കെഫിന്റെ സീഡി കണ്ടോ. അപ്പൊ മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞു, നമുക്ക് സൂറത്ത് മറിയമിന്റെ കെഫിന്റെ സീഡി നിങ്ങൾ നോക്കണം. എന്നാലും ആ സൂറത്ത് മറിയമും അൽ കഹ്ഫ് ഓതാൻ അവര് പറയുന്നില്ല. ഖുർആൻ ഓതാനുള്ള ഞങ്ങളൊരു മടി നോക്കണം. ഖുർആൻ ഓതാനുള്ള ഇവരുടെ മടി. മരിച്ചോടത്ത് ഖുർആൻ ഓതാൻ പാടില്ല, മരിച്ചോടത്ത് ഖുർആൻ ഓതാൻ പാടില്ല. ഖബറിങ്ങനെ ഖുർആൻ ഓതാൻ പാടില്ല, അൽ ഫാത്തിഹ ഓതാൻ പാടില്ല, ഖുർആൻ ഓതിയിട്ട് ദുആ ഇറക്കാൻ പാടില്ല. ഇതിനൊക്കെ നഖശിഖാന്തം എതിർക്കുന്ന ആൾക്കാർ ഇപ്പൊ എന്താ ചെയ്യുന്നത്? ഓതിയാല് ശൂന്യായി പോകുമല്ലോ എന്നുള്ള പേടി. അപ്പൊ സീഡി കേൾപ്പിക്കണം. എങ്ങനെ കേൾപ്പിക്കുന്ന എന്നെ പറയട്ടെ. ഇത് നിങ്ങൾ കേട്ടോളി എന്ന് പറഞ്ഞു. ഇത് കേട്ടാൻ മതി. അപ്പൊ ഇത് കേൾക്കാൻ വേണ്ടി ഇവൻ ഇരുന്നാൽ പ്ലെയർ വെച്ചിട്ട് ചെവിയിൽ ഇവനും പ്ലെയറും കൂടി കട്ടിൽ വന്നിട്ടൊന്ന് പുറത്ത്, ഇവനും പ്ലെയറും കൂടി. പ്ലെയർ എന്ന് പറഞ്ഞാൽ അറിയില്ലേ? CD പ്ലെയർ.
ഇത് രണ്ടും കൂടി കട്ടുമ്മക്ക് ഡും എന്നിട്ടാണ് വീഴും. അങ്ങനെ അവൻ വീണ്ടും മുജാൽ ബാദിഷയെ വിളിച്ചപ്പോ എന്താന്ന് അറിഞ്ഞൂടാ. അപ്പൊ എന്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഒന്നത് ഞാൻ പറഞ്ഞു, ഇത് കേട്ടിട്ട് ഖുർആന്റെ ശത്രു ആണല്ലോ ഈ ശൈത്താൻ്റെതാണെന്നാ തോന്നുന്നത്. അതുകൊണ്ട് ഇന്നിപ്പോ നമ്മളിവിടെ ഒന്നും ചികിത്സ ഒന്നുമില്ല, ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ചികിത്സ ഉണ്ട്. ഈ റുഖിയ ശറഇയ്യ എന്ന് പറയുന്ന കുറെ ആയത്തും ദിക്റും ഒക്കെ കാസറ്റിലാക്കിയത്, അത് വേണമെങ്കിൽ ഞങ്ങൾക്ക് തരാം, നിങ്ങളുടെ വീട്ടിൽ വന്നോളി, ഞാൻ ഗൾഫ് പോയപ്പോ കൊണ്ടുവന്നാണ്. അങ്ങനെ ഇവൻ വന്നു. അപ്പോ നിസ്കരിച്ചിട്ട് വരിക, അവൻ ഒന്നുണ്ട് ഒന്നോടുകൂടി. അപ്പൊ ഞാൻ ടേപ്പ് റിക്കാർഡ് സാധാ കാസറ്റാണ് ഇവന്റെ ചെവിയിലിട്ട് വെച്ചു കൊടുത്തത്. ഞാൻ ഒന്നെടുത്ത് ഞാനിങ്ങനെ ആയത്തിൽ കുറിച്ച് നിൽക്കാറുണ്ട്. എന്റെ നേർക്കേറ്റ ശൈത്താൻ വരുന്ന പേടി. അപ്പൊ ഇയാൾ ഇങ്ങനെ ആയത്തെ കുറിച്ച് ഓതിയിട്ട് നിൽക്കാണ് സക്കരിയ സലാഹി. അപ്പൊ കുറച്ചിന് കഴിഞ്ഞപ്പോ ഇവൻ എന്നിട്ട് ഇങ്ങനെ ഭയങ്കര ഒച്ച അളകാണ്. കുറച്ച് ഇത് ഈ CD പ്ലെയർ അല്ല ഈ കാസറ്റ് അതിന്റെ ഹെഡ്സെറ്റ് ചെവിയിലിട്ട് കൊടുത്തിക്കാണ്. അപ്പൊ ഇതിന്റെ സൗണ്ട് ഇങ്ങനെ കേട്ടപ്പോ എന്നിങ്ങനെ ഇളകാൻ തുടങ്ങിയെന്നാണ്. ഞാൻ ആ ബേജാറ എനിക്ക് നെഞ്ചടിച്ചു കൂടി, ഞാൻ ആദ്യമായിട്ട് കാണുകയാണല്ലോ. അപ്പൊ ഇയാള് പറയുന്നു ഉഖ്റുജി അദുവല്ല. അങ്ങനെയല്ലോ ശൈത്താനെ ചികിത്സിക്കുന്ന ആൾക്കാർ പറയല്ലോ, ഉഖ്റുജി അദുവല്ല. ഹദീസിൽ വന്നതാ, ഉഖ്റുജി അദുവല്ല, അല്ലാഹുവിന്റെ ശത്രുവേ പുറത്തു പോ. ഞാനും അങ്ങനെ പറഞ്ഞു നോക്കി പറയുന്നുണ്ട്. അതുവല്ലാന്നൊക്കെ പറഞ്ഞു നോക്കി, ഒന്നും നിൽക്കുന്നില്ല. ഇവൻ ചാടി എണീറ്റ് പാടിന്റെ ടേപ്പ് റിക്കാർഡ് അപ്പുറത്തേക്ക് മറിഞ്ഞ് നല്ല ലാപ്ടോപ്പിന്റെ ഇതുണ്ടായിരുന്നു, അത് കെട്ടി. അപ്പൊ എന്നിട്ട് തന്നെ ഒക്കെ കഴിഞ്ഞ് ഉറക്കം വന്ന മാതിരി എന്താടാ നീ കാണിച്ചു? അല്ല ഇത് കണ്ടോ, അതൊക്കെ നീ കാണിച്ചല്ലേ? അല്ല ഉസ്താദ് എന്നെ അവിടെ എത്തിയിട്ട് കാസറ്റ് കണ്ടോ, 100 എന്തോ വന്നപ്പോ എന്റെ തലയിലൂടെ എന്തോ മിന്നുന്ന പോലെ തോന്നി. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല എന്ന് പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. അപ്പൊ ഇയാളെ ജിന്ന് ചികിത്സ നടത്തുകയാണ്. ഇയാളെ മനസ്സിലാക്കുന്നത് ശൈത്താനാണ്. ഉഖ്റുജി അദുവല്ല എന്ന് ഞാൻ പറഞ്ഞു നോക്കിയെന്നാ പറഞ്ഞത്. ഫലം കാണണ്ടേ? നിങ്ങൾക്കതിന് യോഗ്യതയില്ല, ആ ചികിത്സ നടത്താൻ നിങ്ങൾക്ക് അർഹതയില്ല. നിങ്ങൾ ജിന്നിനെ ഒരു കാലത്ത് നിഷേധിച്ചവരാ. ജിന്നുകൾ കാട്ടുവാസികളാണ്, അപരിഷ്കൃതരാണ്, ആദിവാസികളാണെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞവരാണ് നിങ്ങളുടെ മുൻഗാമികൾ. നിങ്ങളല്ല ജിന്നിന്റെ ചികിത്സ നടത്തേണ്ടത്. ഏതായാലും പറയട്ടെ. അപ്പൊ ഇത് ചെയ്യുന്നതിന്റെ കൊലയിൽ ഞാൻ മാത്രമേ കുട്ടികൾക്ക് കേട്ടാ. ഡോക്ടർ അബൂബക്കർ കടവുത്തർ MSMന്റെ പഴയ സംസ്ഥാന പ്രസിഡന്റ് പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ വാതിൽ വന്ന അദ്ദേഹത്തെ നിങ്ങളിപ്പോ എന്താ പറയുക റുക്കി നടത്തി വെച്ചു. ഞാൻ റുക്കി നടത്തിയൊന്നല്ല അബൂബക്കർ സാഹിബ്, ഈ കുട്ടി ഇങ്ങനെ ഉണ്ട് എന്നപ്പോ ഈ കാസറ്റ് വെറുതെ ഇട്ടുകൊടുത്ത് നോക്കിയാണ്. അപ്പൊ ഇതിന്റെ കോല എങ്ങനെയാണ് കണ്ടത്? അപ്പൊ എനിക്ക് തോന്നുന്നത് എന്തോ ഒരു ശൈത്താനീയത്താണ്. ഇപ്പൊ ഇങ്ങനെ ഖുർആൻ കേട്ടാ അങ്ങനെ അളവില്ലോ. അങ്ങനെ ഒരു സംശയം തന്നെ എനിക്കുണ്ടായിരുന്നു. എനിക്ക് ഏതാണ്ട് സംശയം തോന്നിയപ്പോ ഇങ്ങനെ ചികിത്സ ഒരു ചങ്ങായി ചെയ്യേണ്ടതാണ്. നമ്മളെ പണ്ഡിതന്മാർക്ക് കയ്യിൽ എതിർപ്പാണ്. നമ്മളെ ജന്മത്തിനും അതുവരെ ചർച്ച ചെയ്തിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു ഒന്നോ. പിന്നെ അദ്ദേഹം പാണ്ടിക്കാടുള്ള ഹിഫ്ദുർ റഹ്മാൻ എന്ന് പറഞ്ഞിട്ട് ഒരു മുജാഹിദുണ്ട്. അദ്ദേഹം ഒരു പുതിയ ചികിത്സാ കേന്ദ്രം നടത്തുന്നുണ്ട്. അവിടേക്ക് പറഞ്ഞയച്ചു എന്ന് പറയുന്നുണ്ട്. ഏതോ ആട്ടെ. അപ്പൊ ചുരുക്കത്തിൽ ആദ്യകാലത്ത് തങ്ങളുടെ നേതാക്കന്മാർ ജിന്നുകളെ നിഷേധിച്ചു. പിന്നീട് ജിന്നുകളോട് സഹായം ചോദിക്കുന്നത് ശിർക്കാണെന്ന് പറഞ്ഞു. പിന്നീട് നമ്മുടെ കൂട്ടുകാരനായിട്ട് നമുക്ക് സപ്പോർട്ടിന് ഒരു ജിന്നിന്റെ സുഹൃത്ത് വേണമെന്ന് പറഞ്ഞു. വിജനമായ സ്ഥലത്ത് ജിന്നുകളോട് സഹായം ചോദിക്കുന്നത് ശിർക്കല്ല എന്ന് പറഞ്ഞു. 5 കൊല്ലം അത് പ്രസംഗിച്ചു നടന്നു. പിന്നീട് അത് പ്രസംഗിച്ചതിന്റെ പേരിൽ തൗബ ചെയ്ത് നടന്നു. ഇപ്പൊ ഒരുപാട് ജിന്ന് ചികിത്സാ കേന്ദ്രങ്ങൾ ആരംഭിച്ചു. അവിടേക്ക് രോഗികളെ കൊണ്ടുപോകാൻ തുടങ്ങി. എത്രത്തോളം ഖുർആനിന്റെ CD-യും കാസറ്റും ചെവിയിൽ പിടിപ്പിച്ചുകൊണ്ട് ഖുർആൻ കേൾപ്പിച്ചുകൊണ്ട് ജിന്നിനെ ഇറക്കുന്ന ചികിത്സയും ഇവർ ആരംഭിച്ചു. അതാ നമ്മൾ പറഞ്ഞത് ജിന്നും മുജാഹിദും പരിണാമത്തിന്റെ ഒരു നൂറ്റാണ്ടാണ് ഇപ്പൊ 2012 തികഞ്ഞത്. ഈ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് മുജാഹിദുകൾ പരിണമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ ജിന്നിനോട് സഹായം ചോദിക്കാമോ, ചോദിക്കാൻ പറ്റൂലേ എന്നുള്ളതിൽ ഇവർ അങ്ങുമിങ്ങും തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വിഭാഗം KNM-ന്റെ ഔദ്യോഗിക വിഭാഗം തന്നെ രണ്ടായി പിളർന്നു. അതിൽപ്പെട്ട ഔദ്യോഗിക വിഭാഗം പറയുന്നു സഹായം ചോദിക്കാൻ പാടില്ല, അത് ശിർക്കാണ്. അതേ സമയത്ത് സക്കരിയ സലാഹിയും ഹുസൈൻ സലഫിയും മുജാഹിദ് ബലശ്ശേരിയെ പോലെയുള്ള കേരളത്തെ പിടിച്ചുകുലുക്കിയിരുന്ന പ്രഭാഷണങ്ങൾ നിർവഹിക്കുന്ന ആളുകളൊക്കെ ഇന്ന് പറയുന്നു അത് ശിർക്കല്ല എന്നാ പറയുന്നത്. പക്ഷേ ഇവിടെ കുടുങ്ങിയ മുജാഹിദുകൾ തന്നെയാണ്. ഇന്ന് മുജാഹിദുകൾക്ക് നേരത്തെ ഉദ്ഘാടനത്തിൽ പറഞ്ഞതുപോലെ നമ്മളുമായിട്ട് നേർക്കുനേർ ഒരു വാദപ്രതിവാദം അല്ലെങ്കിൽ
മുഖാമുഖം തൗഹീദിന്റെ വിഷയത്തിൽ, ഇസ്തിഗാസയുടെ വിഷയത്തിൽ, സഹായതേട്ടത്തിന്റെ വിഷയത്തിൽ നടത്താൻ ഇന്നവർക്ക് സാധിക്കുന്നില്ല. ഇന്ന് അവർക്ക് അവരുമായിട്ട് മുഖാമുഖത്തിനോ അല്ലെങ്കിൽ സംവാദത്തിനോ ചെല്ലുമ്പോ അവർ പറയും ഇസ്തിഗാസ പറ്റൂലട്ടോ എന്ന് പറയും. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നബിദിനമാവാം, അതല്ലെങ്കിൽ മരണാന്തര ജീവിതമാകാം, ഇത് പറ്റൂല. എന്തൊന്നിന്റെ പേരിലാണോ മുജാഹിദുകൾ 1400 കൊല്ലത്തെ മുസ്ലിങ്ങളെ കാഫിറാക്കിയതെങ്കിൽ ആ ഒരു തൗഹീദിന്റെ പേരിൽ ഒരു മുഖാമുഖം നടത്താൻ, അതല്ലെങ്കിൽ ഒരു ചോദ്യോത്തരവേള സംഘടിപ്പിക്കാൻ, ഒരു സംവാദം നടത്താൻ ഇന്ന് മുജാഹിദുകൾക്ക് കഴിയാത്ത വിധം അവരുടെ പരിണാമത്തിന്റെ വിവിധ ദശകൾ ഇന്ന് അവർ പിന്നിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ വെറുതെ പറയല്ല, നമ്മൾ വെറുതെ ആരോപിക്കല്ല, അവർ തന്നെ പറയട്ടെ. എടത്തനാട്ടുകര എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയുടെ വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു നാടാണ് എടത്തനാട്ടുകര. അവിടെ 10-30ഓളം മഹല്ലുകളിൽ ഒരൊറ്റ സുന്നി പോലുമില്ല. മുഴുവൻ മുജാഹിദുകൾ, ഒരൊറ്റ പള്ളി പോലും സുന്നികൾക്കില്ല, ഒരൊറ്റ മദ്രസ സുന്നികൾക്കില്ല. കേരളത്തിലെ സുന്നത്ത് ജമാഅത്തിന്റെ പടവാളായിരുന്ന മൗലാനൽ മർഹൂം നാട്ടിക മൂസ മുസ്ലിയാർ, തൃശൂർ ജില്ലക്കാർക്ക് പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ല. നാട്ടിക മൂസ മുസ്ലിയാർ പോലും എടത്തനാട്ടുകരയിൽ ഒരു പ്രഭാഷണം നടത്താൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. പക്ഷേ സമസ്ത കേരള സുന്നി ഫെഡറേഷന്റെ ആദർശ സമിതിയായ ഇസ്തിഖാമ കഴിഞ്ഞ വർഷം ആയിരക്കണക്കിന് ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇതുപോലെ ഒരു സമയത്ത് അവിടെ മുഖാമുഖം സംഘടിപ്പിച്ചു. ജനങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും മറുപടി പറയാൻ നമുക്ക് സാധിക്കുകയില്ല. അൽഹംദുലില്ലാ. ആ എടത്തനാട്ടുകരയിൽ ഇന്ന് തൗഹീദിന്റെ വിഷയത്തിൽ ഞങ്ങൾ ആ പരിപാടി വെച്ചതിനു ശേഷം ഇന്ന് തൗഹീദിന്റെ വിഷയത്തിൽ മുജാഹിദുകൾക്ക് ഒരു മുഖാമുഖം പോലും നടത്താൻ കഴിയുന്നില്ല. ഇവിടെ എത്തിയിരിക്കുന്ന മുജാഹിദുകൾ നിങ്ങൾ നോക്കൂ, പറയുന്നത് നോക്കൂ, അവർ തന്നെ പറയട്ടെ. ഒരു പരിപാടി നിങ്ങൾക്ക് മിസ്സായി പോയി, അതല്ല ഞങ്ങൾക്കുണ്ടായ വിഷമം. അതിനുശേഷം എടത്തനാട്ടുകരയിൽ ഒരു മുഖാമുഖത്തിന് ഡേറ്റ് കൊടുത്തു. ആ ഡേറ്റ് സംഘടിപ്പിച്ചപ്പോ അവിടെ ഒരു വിഷയം, അവിടെ കൊടുത്ത വിഷയം എന്തൊക്കെയാ? പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം ഒന്നതായിരുന്നു. 2 സ്ത്രീ പള്ളി പ്രവേശം രണ്ടാമത്തെ വിഷയം അതായിരുന്നു. ഖുത്ബയുടെ ഭാഷ. ഇങ്ങനെ വിഷയം കൊടുത്തപ്പോ ഈ തൗഹീദിന്റെ ധ്വജവാഹകനും ഇന്നൂറിസത്തിന്റെ നായകനും മാത്രല്ല എന്താ പറയുന്നത്? അതേ, പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമെന്ന വിഷയം വേണ്ട. പ്രാർത്ഥന അള്ളാഹുവോട് മാത്രമെന്ന മുജാഹിദുകളുടെ വിഷയം വേണ്ട, അത് മുഖാമുഖത്തിന് വേണ്ട. മുജാഹിദുകൾ പറയട്ടെ. അവിടെ നിങ്ങൾ ഇടപെട്ടത്, അവിടെ നിങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയം തോന്നിയത് എന്താ? നിങ്ങൾ പറഞ്ഞത് തൗഹീദ് മാറ്റണം മുഖാമുഖത്തിൽ നിന്ന്. എന്തേ കൂടിക്കുന്നു പേടിച്ചിട്ടാ? അത് നന്ദിയിലെ പോലെ കൂടിയിരിക്കാൻ കഴിയില്ലെങ്കിൽ ആ വിഷയം അങ്ങ് മാറ്റിയേക്കുന്നത്. ഏത് വിഷയം? തൗഹീദിന്റെ വിഷയം. പകരം എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ പറഞ്ഞത്? നബിദിനവും മരണാനന്തര ചടങ്ങും. കണ്ടോ? മുഖാമുഖത്തിന്റെ വിഷയമാണ്. മുഖാമുഖത്തിന്റെ വിഷയം നബിദിനവും മരണാനന്തര ചടങ്ങും. ആരായി പറയുന്നത്? സക്കരിയ സലാഹി എന്ന മുജാഹിദുകളുടെ സംവാദ നായകൻ. ഇത്രയും കാലം മുജാഹിദുകളുടെ സംവാദത്തിന് നേതൃത്വം വഹിച്ചിരുന്ന സക്കരിയ സലാഹിക്ക് ഇന്ന് തൗഹീദിന്റെ വിഷയത്തിൽ, പ്രാർത്ഥനയുടെ കാര്യത്തിൽ ഒരു മുഖാമുഖം നടത്താൻ ധൈര്യമില്ല. ഇത് പറയുന്നത് അനസ് മൗലവിയാണെങ്കിൽ, അനസ് മൗലവി പറഞ്ഞല്ലോ നന്ദിയിലുള്ളത് പോലെ. എന്താ നന്ദിയിൽ സംഭവിച്ചത്? നന്ദിയിൽ 2 വർഷം മുമ്പ് ഒരു മുഖാമുഖം സംഘടിപ്പിച്ചു. ആ മുഖാമുഖത്തിന് പിറ്റേ ദിവസം തന്നെ, അല്ലെങ്കിൽ പിറ്റേ ആഴ്ച തന്നെ ഞങ്ങൾ ഇസ്തിഖാമയുടെ പ്രവർത്തകന്മാർ ഒരു മറുമുഖാമുഖം സംഘടിപ്പിച്ചു. തുറന്ന മുഖാമുഖം. ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത ആ പരിപാടിയിൽ മുജാഹിദുകളുടെ സ്ഥിരം ചോദ്യകർത്താക്കൾ വന്നുകൊണ്ട് ഞങ്ങളോട് ചോദ്യം ചോദിച്ചു. പക്ഷേ അവർക്ക് നൽകപ്പെട്ട ചോദ്യത്തിന്റെ കൂമ്പാരങ്ങളുമായി വന്ന അവർ ഒന്നാമത്തെ ചോദ്യത്തിൽ തന്നെ നമ്മുടെ മറുപടിയാണ് ചെന്നേക്കിന് ഇനി എന്താ ചോദിക്കേണ്ടതെന്ന് അവർക്ക് പിടുത്തല്ല, എഴുന്നേറ്റ് പോയി. പിന്നെ ആഴ്ചകൾക്ക് ശേഷം, മാസങ്ങൾക്ക് ശേഷം മുജാഹിദ് ഒരു മുഖാമുഖം സംഘടിപ്പിച്ചു. ആരൊക്കെയാണ് മുഖാമുഖത്തിൽ പങ്കെടുക്കുന്നവര്? 1 സക്കരിയ സലാഹി, 2 അനസ് മൗലവി, അനീഫ് കായക്കൊടി. ഇങ്ങനെയുള്ള ഇവരുടെ എല്ലാവിധ പ്രഭാഷകന്മാരും അണിനിരന്ന ഒരു മുഖാമുഖം കോഴിക്കോട് ജില്ലയിലും മലപ്പുറം ജില്ലയിലും എല്ലാ മുഖമൂലകളിലും അതിന്റെ നോട്ടീസുകൾ പ്രദർശിപ്പിക്കപ്പെട്ടു. നന്ദി മുഖാമുഖം.
പക്ഷേ നന്ദി മുഖാമുഖത്തിൽ സക്കരിയ സലാഹി വന്നില്ല. നന്ദി മുഖാമുഖത്തിൽ സക്കരിയ സലാഹി വന്നില്ല. വരാതിരിക്കാനുള്ള കാരണം എന്താണ്? അനസ് മൗലവി പറയുന്നു, നന്ദി മുഖാമുഖത്തിൽ സക്കരിയ സലാഹി വരാതിരുന്നത് അയാൾ മുങ്ങിയതാണ്, ദ്വീപിലേക്ക് മുങ്ങി. ആരും അറിയാതെ ദ്വീപിലേക്ക് മുങ്ങി എന്നാണ് പറയട്ടെ. നന്ദി മുഖാമുഖത്തിൽ ദ്വീപിലേക്ക്, ലക്ഷദ്വീപിലേക്ക് മുങ്ങി എന്നാണ് പറയുന്നത്. പറയട്ടെ, അതല്ല, നന്ദി മുഖാമുഖത്തില് ദ്വീപിലേക്ക് മുങ്ങി എന്ന് പറഞ്ഞു കണ്ടില്ലേ? പോയിക്കോ. നിങ്ങൾ കൂടിയിരുന്നില്ലേ? 5 ദിവസമോ 3 പറഞ്ഞു വേണ്ട. റഫീഖ് സലഫി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഷെയ്ഖ് സമ്മതിക്കുന്നില്ല. ഞാൻ ഷെയ്ഖോ? അതെ, സക്കരിയ ഷെയ്ഖ് സമ്മതിക്കുന്നില്ല. എന്ത് പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രം വിഷയം വേണ്ട എന്ന് പറയുന്നു. അതെന്തായാലും ആയിക്കോട്ടെ. അപ്പൊ അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, അനസ് മൗലവി പറയുന്നുണ്ട്, സക്കരിയ സലാഹി നന്ദി മുഖാമുഖത്തിൽ പങ്കെടുത്തില്ല, കാരണം അയാൾ ദ്വീപിലേക്ക് മുങ്ങിയെന്ന്. ദ്വീപിലേക്ക് മുങ്ങി. അപ്പൊ സക്കരിയ പറയുന്ന മറുപടി ഉണ്ട്, ഞാൻ മുങ്ങാനുള്ള കാരണം എന്താണെന്നറിയാം? നന്ദി ദാറുസലാം അറബിക് കോളേജിന്റെ മുമ്പിൽ നടത്തുന്ന മുഖാമുഖം സുന്നികളോടുള്ള മുഖാമുഖം. സുന്നികളോടുള്ള മുഖാമുഖം എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയോട് നടത്തുന്ന കാളമൂത്ര സാഹിത്യത്തിന്റെ മുഖാമുഖമല്ല, അത് കിതാബ് ഓതിപ്പടുത്ത മക്കളോടുള്ള മുഖാമുഖ. അതുകൊണ്ട് കൂടിയിരിക്കാതെ ആ മുഖാമുഖത്തിന് ഞാൻ വരുന്ന പ്രശ്നമേ ഇല്ല. അപ്പൊ ഞാൻ കൂടി ഇന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി നമുക്കൊരു പ്ലാൻ ഉണ്ടാക്കണം. സുന്നിയാള് ചോദ്യം ചോദിച്ചാൽ മറുപടി പറയാൻ നമുക്ക് പ്ലാൻ വേണം, അല്ലെങ്കിൽ അവരുടെ മുമ്പിൽ നമ്മൾ ഉത്തരം മുട്ടും. അതിന് നാം ഏകീകരിച്ച ഒരു പ്ലാൻ ആവിഷ്കരിക്കണം. അതിനുവേണ്ടി നമ്മൾ കൂടെയിരിക്കണം. അനീഫ് കായക്കൊടിയും അനസ് മൗലവിയും ഞാനും കൂടെയിരിക്കണം. ഞാൻ വിളിച്ചു, അനീഫ് കായക്കൊടിക്ക് വിളിച്ചപ്പോ അയാൾ ഫോൺ എടുക്കുന്നില്ല, അനസ് മൗലവിയും ഫോൺ എടുക്കുന്നില്ല. അപ്പൊ ഞാനും സ്വിച്ച് ഓഫ് ആക്കി വെച്ചു. പറയട്ടെ, നന്ദി മുഖാമുഖത്തിൽ ഞാൻ വരാതിരുന്നത് ജിന്ന് വിഷയത്തിൽ ചോദ്യം വരുന്ന പേടിച്ചിട്ടാണ്. സക്കരിയ സലാഹിക്ക് ആദർശപരമായ അങ്ങ് നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്താ പറയാൻ എളുപ്പം? അനസ് മൗലവി നിങ്ങൾക്കറിയാം എന്താ ഞാൻ വരാത്തത്, ഹനീഫാക്കും അറിയാം എന്താ വരാത്തത്. ഞാൻ പറഞ്ഞു മുഖാമുഖം നടക്കുന്നത് നന്ദി ദാറുസ്സലാം അറബിക് കോളേജിന്റെ മുമ്പിലാണ്. അതുകൊണ്ട് നിങ്ങൾ ജമാഅത്ത് മുഖാമുഖത്തിന് ശംസുദ്ദീമാനത്ത് ഇവിടുന്ന് വന്ന് വണ്ടി ഇറങ്ങും, അജീസ് സലാം തിരിച്ചുകൊണ്ട് അക്കാടിലുണ്ടിറങ്ങും. മറ്റേ നിങ്ങൾ 3 ആളും 3 വർക്കുന്ന സ്റ്റേജിൽ കയറണമാതിരി സുന്നിയാലായിട്ടുള്ള മുഖാമുഖത്തിന് പോകാൻ പറ്റൂല. ഇത് ജമാഅത്തെ ഇസ്ലാമിയുടെ കാളമൂത്ര സാഹിത്യത്തിന് പോകുന്നത് പോലെ സുന്നിയാളായിട്ടുള്ള മുഖാമുഖത്തിന് പോകാൻ പറ്റില്ല. കാരണം എന്തുകൊണ്ട്? അത് തന്നെ പറയട്ടെ. സാഹിത്യം വായിച്ച മുഖാമുഖം കിതാബ് നോക്കിയുള്ള പരിപാടിയാണ്, കിതാബ് ഓതി പഠിച്ച പരിപാടിയാണ്. നമ്മൾ ഇരിക്കണം. വാദപ്രതിവാദത്തിനും മുഖാമുഖത്തിനും മുന്നോടിയായി ദിവസങ്ങളിൽ ഇന്ന് വിഷയങ്ങൾ ചർച്ച ചെയ്യണമെന്ന ജമിയത്തിന്റെ പഴയകാല നേതാക്കൾ ഞങ്ങളെ പഠിപ്പിച്ചു. അങ്ങനെയല്ലേ? അപ്പൊ പറഞ്ഞു ഇരിക്കാം, എപ്പോഴാ നാളെ ഇരിക്കാം, മറ്റന്നാ ഇരിക്കാം. അവസാനം പറഞ്ഞു നാളെ മുഖാമുഖം പറയും, നാളെ രാവിലെ എന്തായാലും ഇരിക്കാം. എനിക്ക് ബേജാറുള്ള കാരണം എന്താ അറിയോ? ഈ വിഷയത്തിൽ ഞങ്ങൾ തമ്മിൽ ചെറിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടല്ലോ. അതാണ് നമ്മൾ പറയുന്നത്. SKSF പറഞ്ഞു വരുന്നത്, നിങ്ങൾ ആഘോഷിക്കേണ്ടത് നവോത്ഥാനത്തിന്റെ നൂറ്റാണ്ടല്ല. കാരണം നവോത്ഥാനത്തിന്റെ 14 നൂറ്റാണ്ട് പറയാൻ ഞങ്ങൾക്കെമ്പാടുമുണ്ട്. നവോത്ഥാനത്തിന്റെ 1 നൂറ്റാണ്ട് മാത്രമല്ല ഞങ്ങൾക്ക് പറയാനുള്ളത്. കേരളീയ ജനതയുടെ നവോത്കർഷത്തിന്റെ 14 നൂറ്റാണ്ടിന്റെ ചരിത്രത്തിന്റെ പിന്നാമ്പുറങ്ങൾ പറയാൻ SKSFന് നിങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ളത്, നിങ്ങൾ പരിണാമത്തിന്റെ, അഭിപ്രായ ഭിന്നതയുടെ, തൗഹീദിന്റെ വിഷയത്തിലുള്ള തമ്മത്തല്ലിന്റെ നൂറ്റാണ്ടാണ് നിങ്ങൾക്ക് പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. കണ്ടോ? അദ്ദേഹം തന്നെ പറഞ്ഞില്ലേ, ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അതൊന്ന് റിപ്പീറ്റ് ചെയ്താണ് പറയട്ടെ. ഈ വിഷയത്തിൽ ഞങ്ങൾ തമ്മിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അത് സ്റ്റേജിൽ വരുമ്പോൾ വ്യക്തമാകാതിരിക്കണമെങ്കിൽ ഒരു പോളിസി തീരുമാനിക്കണം. കണ്ടോ? ഞങ്ങൾ തമ്മിൽ ജിന്നിനോട് സഹായം ചോദിക്കാം എന്നാണ് ഞാൻ പറയുന്നത്, പറ്റില്ല എന്നാണ് അപ്പുറം പറയുന്നത്. അത് ശിർക്കാണെന്നാണ് ഇപ്പുറം പറയുന്നത്, അല്ല എന്നാണ് അപ്പുറം. ഇത് ജനങ്ങൾ തിരിയരുത്. അപ്പൊ ഇതിനൊരു പോളിസി രൂപീകരിക്കണം.
ഒരു പോളിസി പറയട്ടെ, അദ്ദേഹത്തിന്റെ പോളിസി തീരുമാനിക്കണം എന്ന ചോദ്യം വന്ന ഏത് രൂപത്തിൽ മറുപടി പറഞ്ഞു നമ്മൾ തമ്മിൽ അഭിപ്രായ വാദത്തിൽ നടത്താൻ പറ്റുമോ? നമ്മൾ ചോദിക്കും 2007 ഈ ഇസ്ലാഹ് എടുത്ത് നമ്മൾ ചോദിക്കും. ഞങ്ങൾ അന്ന് മുഖാമുഖം നടത്തി, ഇസ്തിഖാമയുടെ പ്രവർത്തകന്മാർ മുഖാമുഖം നടത്തി. ഞങ്ങളുടെ മുഖാമുഖം വിജയകരമായി പര്യവസാനിക്കുന്ന ഘട്ടത്തിൽ ഞങ്ങൾ വെല്ലുവിളിച്ചു. മുജാഹിദുകളെ, നന്ദി ദാറുസലാം അറബിക് കോളേജിലുള്ളത്, അതിൽ നിന്ന് പുറത്തിറങ്ങുന്നത് മഹാനായ ശംസുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ മക്കളാണ്. ഈ മക്കളുടെ മുമ്പിൽ നിങ്ങളൊരു മുഖാമുഖം നടത്താൻ വരുമ്പോ ഞങ്ങൾ നിങ്ങൾക്ക് നൽകിയതുപോലെ സുതാര്യമായ ഒരു മുഖാമുഖ വേദി നിങ്ങൾ തുറന്നിട്ടു തരണം. ഞങ്ങൾ നിങ്ങളോട് ചോദ്യം ചെയ്യാൻ വേണ്ടി വരും. ഞങ്ങൾക്ക് ചിലത് ചോദിക്കാനുണ്ട്. ഇസ്ലാഹി 2007 ഏപ്രിൽ ലക്കത്തിൽ നിങ്ങൾ എഴുതിയ ഈ ലേഖനത്തെ കുറിച്ച് ഞങ്ങൾക്ക് ചോദിക്കാനുണ്ട്. റഷീദുൽ ജിന്നിനെ നിഷേധിച്ചതിനെ പറ്റി ഞങ്ങൾക്ക് ചോദിക്കാനുണ്ട്. ജിന്നുകൾ ആദിവാസികളും കാട്ടുവാസികളും അപരിഷ്കൃതരും കാട്ടുജീവികളുമാണെന്ന് എഴുതി വെച്ചതിനെ കുറിച്ച് ഞങ്ങൾക്ക് ചോദിക്കാനുണ്ട്. ഈ ചോദ്യത്തിന്റെ മുമ്പിൽ സക്കരിയ സലാഹിയുടെ മുട്ടുപിറക്കും, അനസ് മൗലവിയുടെ മുട്ടുപിറക്കും, ഹനീഫ് കായ്ക്കുടെ മുട്ടുപിറക്കും, പരിണാമത്തിന്റെ വിവിധ ദശകളിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനം മുട്ടുപിറക്കും. ഇത് ഞങ്ങൾ ഓർമ്മപ്പെടുത്തി ഞങ്ങൾക്ക് ചോദ്യം ചോദിക്കാനുള്ള അവസരം നിങ്ങൾ തുറന്നു തരണം. നിങ്ങൾക്ക് ഞങ്ങൾ തന്നല്ലോ എന്നതുപോലെ. അതാണ് നബിയെ പറയുന്നത്. പറയട്ടെ, അദ്ദേഹം പറയട്ടെ. ഇരുന്നിട്ട് ചർച്ച ചെയ്യണം. എന്ത് ചോദ്യങ്ങളൊക്കെ വരാം, അതിനെന്ത് മറുപടി പറയണം, അതിനവരെന്ത് ഉപരോധം ചോദിക്കും, അത് ചർച്ച ചെയ്ത് പോണെന്നാണ് വിനീതന്റെ അഭിപ്രായം. എന്റെ വിവരക്കുറവുകൊണ്ടാണ്. എന്താ ചെയ്യാ? അപ്പൊ ഇവര് ഇരിക്കാതെ പിന്നെ അന്ന് രാവിലെ വിളി നോക്കുമ്പോ ഒരാൾ സ്വിച്ച് ഓഫും ഒരാൾ ഫോൺ എടുക്കണില്ല. രണ്ടാളെയും സ്വഭാവം അതാണ്. എന്താളെയും സ്വഭാവം അത്? ഫോൺ എടുക്കൂല. തൗഹീദിന്റെ വിഷയത്തിൽ ഒരു തുറന്ന സംവാദത്തിന് തയ്യാറാകാൻ മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഒറ്റ ആൺകുട്ടിയും ഇനി മുതൽ ഫോൺ എടുക്കില്ല. ഇസ്തിഖാമയുടെ വെല്ലുവിളിയാണിത്. പറയട്ടെ, അദ്ദേഹം പറയട്ടെ. അദ്ദേഹം തന്നെ തുടരുന്നു. പറയട്ടെ. അപ്പൊ സക്കരിയ സലാഹി ഫോൺ സ്വിച്ച് ഓഫ് ആക്കി, പോകണ്ടെന്ന് തീരുമാനിച്ചു. എന്നിട്ട് ലക്ഷദ്വീപ് വെച്ച് കണ്ടപ്പോ ഞാൻ പറഞ്ഞ മൗലവി, എനിക്കില്ല ഇങ്ങനെ കൂടി ഇരിക്കാതെ ചർച്ച ചെയ്യാതെ മുഖാമുഖത്തിൽ നിൽക്കാനുള്ള ധൈര്യം എനിക്കില്ല. ഞാൻ അങ്ങനെ കൂടിരിക്കാതെയും ചർച്ച ചെയ്യാതെയും പോളിസി തീരുമാനിക്കാതെയും ഒരു മുഖാമുഖത്തിന് തയ്യാറാകാൻ ഞാനില്ല. ആരായി പറയുന്നത്? മുജാഹിദുകളുടെ കൊലക്കൊമ്പനായ പ്രഭാഷകൻ. ഇന്ന് പുറത്താക്കപ്പെട്ടെങ്കിലും നിങ്ങൾ നോക്കൂ, ജിന്ന് ശൈത്താനെ സംബന്ധിച്ചുള്ള, പിശാചിനെ സംബന്ധിച്ചുള്ള, ജിന്ന് എന്ന് പറയുമ്പോൾ മുസ്ലിം വിഭാഗത്തെ പറ്റി ജിന്ന് എന്ന് പറയും, കാഫിറായതിനെ പറ്റി ശൈത്താൻ എന്ന് പറയും. രണ്ടും ജിൻസിലൊന്നു തന്നെയാണ്. എന്താണ് പിശാചുക്കളെ സംബന്ധിച്ചുള്ള ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്? മുജാഹിദുകളുടെ ആദർശ പുരുഷൻ എന്നവർ പറയുന്ന ഇബ്നു തൈമിയ, 7-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഇബ്നു തൈമിയ, ഡമസ്കസിലെ കുപ്രസിദ്ധ പണ്ഡിതൻ ഇബ്നു തൈമിയ, മഹാന്മാരോട് സഹായം ചോദിക്കുന്നത് ശിർക്കാണെന്ന് ലോകത്ത് ആദ്യമായി വാദിച്ച ഇബ്നു തൈമിയ. ആ ഇബ്നു തൈമിയയുടെ ഒരു ഗ്രന്ഥമാണ് എന്റെ കയ്യിലുള്ളത്, അൽ ഫുർഖാൻ. അൽ ഫുർഖാൻ ബൈന ഔലിയാഇർ റഹ്മാൻ വ ഔലിയാഇശ് ശൈത്താൻ. ഇതിൽ ഇദ്ദേഹം പറയുന്നത് ചില പരാമർശങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. മുജാഹിദുകൾ, എന്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന വല്ല മുജാഹിദും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ക്ലാസ് റൂമിലൂടെ ലോകത്തിന്റെ മുഖമൂലകളിലുള്ള ഏതെങ്കിലും ഒരു മുജാഹിദ് ഇത് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ തങ്ങളുടെ ആചാര്യനായ സാക്ഷാൽ ഇബ്നു തൈമിയയുടെ അൽ ഫുർഖാനിന്റെ 70-ാമത്തെ പേജിലെ ഏതാനും വരികൾ ഒന്ന് ശ്രദ്ധിക്കുക. എന്താണ് അദ്ദേഹം പറയുന്നത്? വൽ അസ്വദുൽ അൻസിയു, കള്ളപ്രവാചകത്വം വാദിച്ച അസ്വദുൽ അൻസി, അല്ലദി ദഅൻ നുബുവത, അയാൾ കള്ളപ്രവാചകത്വം വാദിച്ച ആളാണ്. കാന ലഹു, അയാൾക്കുണ്ടായിരുന്നു മിനശ്ശയാതീനി, ശൈത്താന്മാരുണ്ടായിരുന്നു, മയ്യുഖ്ബിറുഹു ബിഅദ്ൽ ഉമൂരിൽ മഗീബ, ചില മറഞ്ഞ കാര്യങ്ങൾ എത്തിച്ചു കൊടുത്തിരുന്ന ചില ശൈത്താന്മാരുണ്ടായിരുന്നു. തീർന്നില്ല. ഫലമ്മാ ഖാതലഹുൽ മുസ്ലിമൂന, ഈ പറഞ്ഞ അസ്വദുൽ അൻസിയോട് മുസ്ലിമീങ്ങൾ യുദ്ധം ചെയ്യുകയുണ്ടായി. യുദ്ധം ചെയ്തപ്പോൾ യഖാഫൂന മിനശ്ശയാതീനി അൻ യുഖ്ബിറുഹു ബിമാ യഖൂലൂന ഫീഹി, മുസ്ലിമീങ്ങൾക്ക് പേടിയുണ്ടായിരുന്നു. കാരണം മുസ്ലിമീങ്ങൾ തമ്മിൽ പറയുന്ന കാര്യങ്ങൾ പിശാചുക്കൾ അയാൾക്ക് എത്തിച്ചു കൊടുക്കുമോ എന്ന്. ഇതാരാ പറയുന്നത്? ഇബ്നു തൈമിയ പറയുന്നത്. പിശാചിന്റെ ഇടപെടലുകളെ കുറിച്ചാ പറയുന്നത്.
പിന്നെ എങ്ങനെ മുസ്ലിമീങ്ങൾക്ക് വിജയം വരിച്ചെന്നറിയോ? ഈ അസ്വദുൽ അൻസിയുടെ ഭാര്യ തന്റെ ഭർത്താവ് കാഫിറാണെന്ന് മനസ്സിലാക്കിയപ്പോ അയാൾക്കെതിരിൽ മുസ്ലിമീങ്ങളെ സഹായിച്ചു. അങ്ങനെ അയാളെ കൊല്ലാൻ കഴിഞ്ഞത്, അങ്ങനെയാണ് അയാളെ തോൽപ്പിക്കാൻ കഴിഞ്ഞത്. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ. ഇതുപോലെ തന്നെ അദ്ദേഹം പറയുകയാണ്, ചില ആളുകൾ പൈശാചികമായ ഹാലിളകിയിട്ട് അയാൾ തീയിൽ പ്രവേശിക്കും. അല്ലെങ്കിൽ അയാള് ഹാലിളകിയിട്ട് കൈകൊട്ടി പാടും. ആ സമയത്ത് നിങ്ങളല്ലേ ഈ ഇളകുന്ന, എന്താ ഇതിന് പറയാ, ഈ അമ്പലങ്ങളിലൊക്കെ ഇളകുന്ന ആൾക്കാരെ പറ്റി എന്ന് പറയാ, വെളിച്ചപ്പാടിനെ പറ്റി പറയാ. ഫതൻസിലു അലൈഹി ശയാത്തീൻ, അവന്റെ മേൽ ശൈത്താൻ ഇറങ്ങും. വതതകല്ലമു അലാ ലിസാനിഹി കലാമൻ ലാ യുഅലം, എന്തോ അജ്ഞാതമായ ചില സംസാരങ്ങളൊക്കെ അയാളുടെ നാവിലൂടെ ശൈത്താൻ സംസാരിക്കും. ആരായി പറയുന്നത്? ഇബ്നു തൈമിയ പറയുന്നത്. വറുബ്ബമാ കാശഫ ബഅൽ ഹാദിരീന ബിമാ ഫീ ഖൽബിഹി, ചിലപ്പോൾ സദസ്യരുടെ ഹൃദയത്തിലുള്ള കാര്യങ്ങൾ ശൈത്താൻ ഇയാൾക്ക് പറഞ്ഞു കൊടുക്കും. ഇബ്നു തൈമിയാണ് പറയുന്നത്. മാത്രമല്ല വറുബ്ബമാ തകല്ലമ ബി അൽസിനത്തിൻ മുഖ്തലിഫ, ചിലപ്പോൾ ഇയാൾ വിഭിന്നമായ ഭാഷയിൽ സംസാരിക്കും. ഏതുപോലെ? കമാ യതകല്ലമുൽ ജിന്നിയു അലാ ലിസാനിൽ മസ്റൂർ, ബാധയേറ്റവന്റെ നാവിലൂടെ ജിന്ന് സംസാരിക്കും പോലെ. വൽ ഇൻസാനു അല്ലദീ ഹസന ലഹുൽ ഹാൽ ലാ യദ്രി ബിദാലിക, താൻ എന്താണ് സംസാരിച്ചത് എന്ന് ഈ സംസാരിക്കുന്ന മനുഷ്യനെ അറിയില്ല. കാരണം ശൈത്താനായിരിക്കും സംസാരിച്ചിട്ടുണ്ടാകുക. തീർന്നില്ല. ബിമൻസിയത്തിൽ മസ്റൂഇ അല്ലദീ യതഖബ്ബതുഹു ശൈത്താനു മിനൽ മസ് വലബിസഹു വതകല്ലമ അലാ ലിസാനിഹി ഫൈദാ അഫാഖ ലം യശ്ഉർ ബിശൈഇ മിമ്മാ ഖാൽ. ഇയാൾക്ക് ഇങ്ങനെ ഇളകുമ്പോ ഇയാളുടെ നാവിലൂടെ ശൈത്താൻ ഓരോന്ന് സംസാരിക്കും. ഇയാളുടെ ബോധം തിരിച്ചു കിട്ടുമ്പോ എന്താ താൻ സംസാരിച്ചതെന്ന് ഇയാൾക്ക് ഓർമ്മ ഉണ്ടാവില്ല. വലിഹാദ, ഇക്കാര്യത്തിന് വേണ്ടി ഖദ് യുദ്റബുൽ മസ്റൂഉ, ഈ ബാധയേറ്റ ആളെ ചിലപ്പോ നന്നായിട്ട് അടിക്കപ്പെടും, ആളുകൾ അടിക്കും. വദാലിക ദർബു ലാ യുഅസ്ഫിൽ ഇൻസി, പക്ഷേ ആ അടിയൊന്നും ഈ വ്യക്തിക്ക് ഏറ്റിട്ടുണ്ടാവില്ല. അതൊക്കെ കൊണ്ടത് ശൈത്താനായിരിക്കും. വയുഖ്ബിർ ഇദാ അഫാഖ അന്നഹു ലം യശ്ഉർ ബിശൈഇൻ, താൻ ഇങ്ങനെ സംസാരിച്ചു, ഇളകി പറഞ്ഞു എന്നോ എനിക്ക് അടി കിട്ടി എന്നോ അയാൾ അറിഞ്ഞിട്ടുണ്ടാകില്ല. ബോധം തിരിച്ചു കിട്ടുമ്പോ അയാൾ അത് അറിഞ്ഞിട്ടുണ്ടാവില്ല. ഇങ്ങനെയൊക്കെ ഒരുപാട് ശൈത്താന്മാർ മനുഷ്യരെ ബാധിക്കാറുണ്ട് എന്ന് ആരായി പറയുന്നത്? മുജാഹിദുകളുടെ തന്നെ അവരുടെ ആചാര്യനെന്ന് അവർ തന്നെ പരിചയപ്പെടുത്തുന്ന 7-ാം നൂറ്റാണ്ടിലെ കുപ്രസിദ്ധ ഡമസ്കസ് പണ്ഡിതൻ എന്നവർ വിശേഷിപ്പിക്കുന്ന ഇബ്നു തൈമിയ പറയുകയാണ്. നിങ്ങൾ നോക്കൂ, അപ്പൊ ഇവർക്ക് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടാനുള്ള കാരണം എന്താണ്? പ്രധാനമായ കാരണം അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരുപാട് ഹദീസുകൾ ഇവർ നിഷേധിച്ചു എന്നുള്ളതാണ്. ഹദീസ് നിഷേധത്തിന്റെ വിഷയത്തിൽ എല്ലാ മുജാഹിദുകളും തുല്യരാണ്. ഖുർആൻ മാത്രമല്ല ഇസ്ലാമിന്റെ മുഖമുദ്ര, പ്രവാചകന്റെ വചനങ്ങളും ഇസ്ലാമിന്റെ മുഖമുദ്രയാണ്, ഇസ്ലാമിന്റെ പ്രമാണമാണ്, മതവിധികളുടെ സ്രോതസ്സാണ്, നാം മുറുകെ പിടിക്കേണ്ടുന്ന കാര്യങ്ങളാണ്. പക്ഷേ എത്ര ഹദീസുകളാണ് കള്ള ഹദീസുകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ വിമർശിച്ചിട്ടുള്ളത്. മടവൂരി മുജാഹിദുകളുണ്ട്, അപ്പുറമുള്ള മുജാഹിദുകൾ. 2002 പിളർന്നുപോയ അടർന്നുപോയ മുജാഹിദുകൾ, ആ മുജാഹിദുകൾ മടവൂരി മുജാഹിദുകൾ. അയാളുടെ നേതാവ് പറയുന്നത് നോക്കൂ. മടവൂരി മുജാഹിദിന്റെ നേതാവ് പറയുന്നത് ഹദീസ് നിഷേധം. കിട്ടിയില്ലേ? ഇതെന്നാ പറഞ്ഞത്? ഞാൻ 60 ഹദീസ് ലൈഫാക്കിയിട്ട് മുജാഹിദ് എന്തെങ്കിലും നഷ്ടപ്പെട്ടുള്ള സുന്നത്ത് നിങ്ങൾ 60 ഹദീസ് ലൈഫാക്കിനെ പറയില്ല കൂട്ടം. ഞാൻ ഒരു ലൈഫിൽ ലൈഫാക്കിക്കൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം വിശ്വസിച്ചു പോകുന്ന ഏത് വിശ്വാസത്തിനെ നഷ്ടം സംഭവിച്ചത്? ഏത് സുന്നത്തെ അവർക്ക് നഷ്ടപ്പെട്ടത്? അയാൾ ചോദിക്കുന്ന എന്താണ്? ഞാൻ ചുരുക്കി പറയാം. നമുക്കിവിടെ ചോദ്യോത്തര സെഷൻ കൂടി ഉണ്ട്, അതുകൊണ്ട് ഞാൻ ചുരുക്കാം.
അദ്ദേഹം പറഞ്ഞെന്താ? ഞാൻ ബുഖാരിയിലുള്ള 60 ഹദീസുകൾ ലഈഫാക്കി തള്ളിക്കളഞ്ഞത് കൊണ്ട് മുജാഹിദുകൾക്ക് എന്ത് സുന്നത്താ നഷ്ടപ്പെട്ടത്, എന്ത് വിശ്വാസമാണ് നഷ്ടപ്പെട്ടത്? നോക്കണം. മുജാഹിദിന് സുന്നത്തും വിശ്വാസവും നഷ്ടപ്പെടുന്നതുണ്ടോ അല്ലേ നോക്കിയിട്ടാണോ ഹദീസിനെ ലഈഫാക്കല്? ഇയാൾ ചോദിക്കുകയാണ് ഞാൻ 60 ഹദീസുകൾ ലഈഫാക്കിയെന്ന്. ഇനി വേറൊരു മൗലവിയും കൂടി, അതും കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ്. നിങ്ങൾ നോക്കൂ, ഔദ്യോഗിക വിഭാഗത്തിന്റെ ഭാവിയുടെ ജനറൽ സെക്രട്ടറി എന്ന് വിശേഷിപ്പിക്കുന്ന അബ്ദുറഹ്മാൻ സലഫി. അബ്ദുറഹ്മാൻ സലഫിയാണ് ഔദ്യോഗിക വിഭാഗത്തിന്റെ ഭാവി ജനറൽ സെക്രട്ടറി എന്ന് പറയപ്പെടുന്നു. നമുക്കതിലേക്ക് സംഘടനാപരമായ അവരുടെ അഭിപ്രായ വ്യത്യാസങ്ങളിലേക്ക് നമുക്ക് യാതൊരു ചിന്തയുമില്ല. അദ്ദേഹം പറയുന്നുണ്ടോ ഏറ്റവും പ്രസിദ്ധമായ ഒരു ഹദീസിനെ പറ്റി? എന്താ ഹദീസ്? മരുഭൂമിയിൽ ഒരു മനുഷ്യന്റെ വാഹനം നഷ്ടപ്പെട്ടാൽ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നു, ഇമാം തബ്റാനി റിപ്പോർട്ട് ചെയ്തതാണ്, ഇമാം ബൈഹഖി റിപ്പോർട്ട് ചെയ്തതാണ്, സലഫ് സാലിഹീങ്ങളായ മുഴുവൻ മുൻഗാമികളും പ്രവർത്തിച്ചതാണ്, ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ പ്രവർത്തിച്ചതാണ്, ഇമാം നവവി തങ്ങൾ പ്രവർത്തിച്ചതാണ്, അവിടുത്തെ ഉസ്താദ് പ്രവർത്തിച്ചതാണ്. അവരെല്ലാവരും പ്രവർത്തിച്ച പ്രസിദ്ധമായ ഒരു ഹദീസ്. എന്താണ് ആ ഹദീസ്? യാ ഇബാദല്ലാഹ് ഈനൂനി, അല്ലാഹുവിന്റെ അടിമകളെ നിങ്ങൾ എന്നെ സഹായിക്കണേ. തന്റെ മരുഭൂമിയിൽ തന്റെ വാഹനം നഷ്ടപ്പെട്ടാൽ അല്ലാഹുവിന്റെ അടിമകളെ നിങ്ങൾ എന്നെ സഹായിക്കണേ എന്നവൻ വിളിച്ചു പറയട്ടെ. ഫഇന്ന ലില്ലാഹി ഹാദിറൻ സയഹ്ബിസുഹു കമാ ഖാല ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഹാജറായ ആളുകൾ അവിടെ വന്നുകൊണ്ട് അവന്റെ മൃഗത്തെ എത്തിച്ചു കൊടുക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ. ഇത് പ്രസിദ്ധമായ ഹദീസാണ്, ഇത് സഹീഹായ ഹദീസാണ്, ഇത് തെളിവിന് യോഗ്യമായ ഹദീസാണ്, ഇത് മഹാന്മാർ പ്രവർത്തിച്ച് കാണിച്ചു തന്ന ഹദീസാണ്. എന്നാൽ ആ ഹദീസിനെ പറ്റി മുജാഹിദിന്റെ അബ്ദുറഹ്മാൻ സലഫി എന്താ പറയുന്നത്? അദ്ദേഹം പറയുന്നു, കിട്ടിയില്ലേ? സലഫി സക്കരിയ കിട്ടില്ല? ഒരു ജിന്നിനോട് ചോദിക്കാനുള്ള ഒരു കള്ള ഹദീസും പിടിച്ച് കള്ളത്തം പറഞ്ഞ് മുവഹിദുകളെ ശിർക്കിലേക്ക് കൊണ്ടുപോവുകയാണോ? ഇതാണോ ഹദീസ് പണ്ഡിതന്മാരുടെ പണി? ഏത് ഹദീസാണോ നീ ഓതിയത്? ആരാണോ നിനക്ക് ഹദീസ് പഠിപ്പിച്ചു തന്നത്? മരുഭൂമിയിൽ പോയ ജിന്നിനോട് ചോദിക്കണമെന്ന് എവരാണോ നിന്നെ പഠിപ്പിച്ചത്? ആരാ നിനക്ക് ഹദീസ് പഠിപ്പിച്ചത്? ആ മുഹദ്ദിസിനെ കൊണ്ടുവാ ഇങ്ങോട്ട്, ധൈര്യമുണ്ടെങ്കിൽ കൊണ്ടുവാ ഇങ്ങോട്ട്, ഹദീസ് പഠിപ്പിച്ചു തരാം. ഹദീസ് പണ്ഡിതന്മാരല്ലാത്ത ഞങ്ങളുടെ മുന്നിലേക്ക് വാ. ഞാൻ തലശ്ശേരി എന്നിട്ട് സെക്കരിയാൻ എത്ര ഞാൻ അതിൽ നിർത്താൻ നോക്കിയെന്നറിയാവോ? എന്റെ കരളല്ലേ എന്നല്ല ഇപ്പൊ കണ്ടില്ലേ ശൈലി? ശൈലി കള്ള ഹദീസും പിടിച്ച് നടക്കണ്ടടാ, ഇങ്ങോട്ട് വാടാ. ഇതൊക്കെ ആരെ ശൈലിയാണ്? ഇതൊക്കെ ആരെ ശൈലി? മുജാഹിദ് ഉസ്താദിന്റെ ശൈലിയാ? ഇയാൾക്കല്ലേ യഥാർത്ഥ ശൈത്താൻ കൂടിയിട്ടുള്ളത്? ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഞാനിത് മാത്രം പറഞ്ഞിട്ട് നിർത്തുകയാണ് സഹോദരങ്ങളെ. പിന്നെ ചോദ്യം ചോദിക്കാനുള്ള അവസരം എന്താണ്? സംഗതി സക്കരിയ സലാഹിന്റെ ചോദ്യം നിങ്ങൾ കേട്ടില്ലേ? KNMന്റെ AP അബ്ദുൽ ഖാദർ മൗലവിക്ക് ഇപ്പൊ വയ്യ, സുഖല്ല. അദ്ദേഹത്തിന് സമാപന സമ്മേളനത്തിന് സമാപന പ്രസംഗം നടത്താൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം അഥവാ ദുനിയാവെന്ന് വിട പറയുകയാണെങ്കിൽ പിന്നെ അടുത്ത ജനറൽ സെക്രട്ടറി ആ തുള്ളി ചാടിയ മനുഷ്യ അബ്ദുറഹ്മാൻ സലഫി. ചോദിക്കാണ്, കൊണ്ടുവാടാ. ഏത് മുഹദീസ്? ആരാടാ പറഞ്ഞത് ഈ കള്ള ഹദീസ്? നിങ്ങൾ നോക്കൂ, എന്റെ കയ്യിലുള്ളത് ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന്റെ കിതാബുൽ അദ്കാർ. ഈ കിതാബുൽ അദ്കാറിൽ മഹാനവറുകൾ പറയുന്നു, ബാബുമാ യഖൂലു ഇദം ഫലതത് ദാബതുഹു, തന്റെ മൃഗം മരുഭൂമിയിൽ വെച്ചുകൊണ്ട് നഷ്ടപ്പെട്ടു പോയാൽ, വാഹനം നഷ്ടപ്പെട്ടാൽ എന്താണ് പറയേണ്ടത്? എന്നിട്ട് അദ്ദേഹം പറയുന്നു, റുവീന ഫി കിതാബ് ഇബ്നു സുന്നി അൻ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ഇദം ഫലത് ദാബതു അഹദികും ബി അർളിൻ ഫലാ, ഒരു വിജനമായ മരുഭൂമിയിൽ നിങ്ങളുടെ വാഹനം നഷ്ടപ്പെട്ടു പോയാൽ ഫൽയുനാദി, അവൻ വിളിച്ചുകൊള്ളട്ടെ,
പറഞ്ഞുകൊള്ളട്ടെ, യാ ഇബാദല്ലാഹി ഹിബിസു, യാ ഇബാദല്ലാഹി ഹിബിസു, അല്ലാഹുവിന്റെ മഹാന്മാരായ അടിമകളെ ആ വാഹനത്തെ എത്തിച്ചു തരണേ, വാഹനത്തെ മൃഗത്തെ എത്തിച്ചു തരണേ എന്നവൻ പറഞ്ഞുകൊള്ളട്ടെ. ഫഇന്നലില്ലാഹി അസ്സ വജല്ല ഫിൽ അർള്, കാരണം അല്ലാഹുവിന് ഭൂമിയിലുണ്ട് ഹാദിറൻ, ചില ആസന്നമായവരുണ്ട്. സയഹ്ബിസുഹു, അവർ ആ വാഹനത്തെ അവർക്ക് എത്തിച്ചു തരും. എന്നിട്ട് മഹാനവറുകൾ പറയുന്നു, എന്റെ ഉസ്താദുമാരിൽപ്പെട്ട ഒരു ഉസ്താദ് അദ്ദേഹം യാത്ര പോകുമ്പോൾ ഇങ്ങനെ സംഭവിച്ചപ്പോൾ അദ്ദേഹം ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഉടനെ തന്റെ മൃഗം തിരിച്ചു കിട്ടി. അത് പറഞ്ഞതിന് ശേഷം ഇമാം നബവി തങ്ങൾ തന്നെ പറയുന്നു, വകുന്തു അന മറത്തൻ മഅ ജമാഅ, ഞാനൊരു തവണ ഒരു സംഘത്തോടൊപ്പം യാത്ര പോവുകയായിരുന്നു. ഫംഫലതത് മിൻഹാ ബഹീമത്തുൻ, അവരിൽ നിന്നൊരു മൃഗത്തെ കാണാനില്ലാതെയായി. വഅജസു അൻഹാ, എത്ര അന്വേഷിച്ചിട്ടും അതിനെ കണ്ടെത്താൻ കഴിയില്ല. ഫഖുൽതുഹു, ഞാനിത് വിളിച്ചു പറഞ്ഞു. എന്താ വിളിച്ചു പറഞ്ഞത്? യാ ഇബാദല്ലാഹി ഹിബ്സു, അല്ലാഹുവിന്റെ അടിയാറുകളെ മൃഗത്തെ എത്തിച്ചു തരണേ. മറഞ്ഞ മാർഗത്തിലൂടെയുള്ള സഹായതേട്ടം, ആ സഹായതേട്ടം ശിർക്കാണ് എന്നല്ലേ ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തന്ന ആദ്യത്തെ ഉമർ മൗലവിയുടെ ആദ്യത്തെ ക്ലിപ്പിംഗിൽ നിങ്ങൾ കേട്ടത്? ഇമാം നബവി പറയുന്നു, ഫഖുൽതുഹു, ഞാൻ അത് പറഞ്ഞു. ഫവഖഫതു ഫിൽ ഹാൽ ബിഗൈരി സബബിൻ സിവാ ഹാദൽ കലാം, ഞാൻ ഈ വിളിച്ചു പറഞ്ഞത് കാരണമല്ലാത്ത മറ്റൊരു കാരണവും കൂടാതെ ആ മൃഗം ഞങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ഇത് നബി ഇമാമിന്റെ മാത്രം ചരിത്രമല്ല. ഇമാം ബൈഹഖി തങ്ങൾ തന്റെ കിതാബിൽ ആദാബിൽ പറയുന്നു, ഇത് സലഫു സ്വാലിഹീങ്ങൾ മുഴുവൻ പ്രവർത്തിച്ച കാര്യമാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ, 4 മദ്ഹബിൽപ്പെട്ട ഇമാം, 4 മദ്ഹബിന്റെ ഇമാമുകളിൽപ്പെട്ട ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറയുന്നു, 5 തവണ ഞാൻ മക്കയിലേക്ക് ഹജ്ജിന് പോകുമ്പോ ഒരു തവണ എനിക്ക് വഴി തെറ്റിപ്പോയി. ഫലം അസല്ല ഖൂലു ദാലിക യാ ഇബാദല്ലാഹ് ഈനൂനി എന്ന് ഞാൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു. ഹത്താ വഖഫ്തു അല തരീഖ്, ഞാൻ വഴിയിലെത്തിപ്പെട്ടു. അതുകൊണ്ട് ഈ ഹദീസിനെ പറ്റിയ കള്ള ഹദീസ്, കള്ള ഹദീസ്, കള്ള ഹദീസ് എന്ന് ആർത്ത് വിളിച്ച് ചീറുന്നത് ഇയാള്. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, എന്തൊന്ന പേരിലാണോ മുജാഹിദുകൾ ഇവിടെ പിളർപ്പുമായിട്ട് കടന്നു വന്നതെങ്കിൽ ആ ഒരു തൗഹീദിന്റെ പേരിൽ ഇന്നിതാ വീണ്ടും മുജാഹിദുകൾ തമ്മിൽ പിളർന്ന് തമ്മിൽ തച്ചു തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ സുന്ദരമായ യഥാർത്ഥമായ ദീനുൽ ഇസ്ലാമിന്റെ പാതയിലേക്ക്, പാന്താവിലേക്ക് നാം എല്ലാവരും അടിയുറച്ച് കടന്നു വരണമെന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇനി ഷൗക്കത്ത് ഫൈസി നിങ്ങൾക്ക് കാര്യങ്ങൾ വിശദീകരിച്ചു തരും. ഇവിടെ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സമയം, നിങ്ങൾക്ക് എന്തും ചോദിക്കാം. അഹ്ലുസുന്നയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുള്ളതോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കുള്ളതോ ആയ ഏതു സംശയങ്ങളും നിങ്ങൾക്ക് ചോദിക്കാം. അതിനുള്ള തുറന്ന വേദിയാണ്. അതിന്റെ നിബന്ധനകളും അതിൽ പാലിക്കേണ്ടുന്ന മര്യാദകളും എല്ലാം ഇൻഷാ അല്ലാഹ് ഇസ്തിഖാമയുടെ വർക്കിംഗ് കൺവീനറായ ഷൗക്കത്ത് ഫൈസി നിങ്ങളോട് വിശദീകരിച്ചു തരും. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനികളെ, ഇനി പ്രസംഗിക്കാനുള്ള ടൈമല്ല, നമ്മൾ ചോദ്യോത്തരത്തിലേക്ക് കടക്കുകയാണ്. ഇസ്തിഖാമയെ കുറിച്ച് നിങ്ങളോട് തുടക്കത്തിലെ സൂചിപ്പിച്ചു. SKSFന്റെ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ കീഴിലുള്ള ആദർശ വിങ്ങാണ് ഇസ്തിഖാമ. ഇന്ന് കേരളത്തിൽ പലയിടങ്ങളിലും പ്രത്യേകിച്ച് മുജാഹിദ് പ്രസ്ഥാനം കൂടുതൽ ഉണ്ട് എന്നുള്ള അവർ അവകാശപ്പെടുന്ന അല്ലെങ്കിൽ അങ്ങനെ പറയപ്പെടുന്ന സ്ഥലങ്ങളിൽ പോയിക്കൊണ്ടും ഞങ്ങൾ പല മുഖാമുഖങ്ങളും നടത്തി. ഇപ്പോഴും പല ഭാഗത്തും നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്നും സലീം ഫൈസി ഉസ്താദ് അവർകൾക്കും അതുപോലെ തന്നെ ഗഫൂർ ഉസ്താദ് അൻവരി അവർകൾക്കും ഇവിടെ എത്തിപ്പെടാൻ കഴിയാതിരുന്നവർ മറ്റു പരിപാടിയിൽ പങ്കെടുത്തതുകൊണ്ടാണ്. ഇന്ന് തന്നെ പല പരിപാടികളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതായിരുന്നാലും ഞങ്ങളുടെ പരിപാടിയുടെ ആമുഖം എന്നുള്ള നിലക്ക്, ഈ ചോദ്യോത്തരത്തിന്റെ ആമുഖം എന്നുള്ള നിലക്ക് പറയാനുള്ളത്, ബിദഈ കക്ഷികളിൽപ്പെട്ട മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമി തബ്ലീഗ് ജമാഅത്ത് പോലത്തെ ബിദഈ പ്രസ്ഥാനങ്ങളിൽപ്പെട്ട ആർക്കും ചോദ്യം ചോദിക്കാം. മുന്നിൽ അവർക്ക് വേണ്ടി 2 കസാലകൾ ഒഴിഞ്ഞിട്ടിട്ടുണ്ട്.
അവിടെ വന്നാൽ മൈക്ക് നിങ്ങളുടെ കയ്യിൽ തരും. നിങ്ങൾക്ക് ഒരു ചോദ്യം കഴിഞ്ഞാൽ മറ്റൊരു ഉപചോദ്യം എന്നല്ല, എത്ര വേണമെങ്കിലും ചോദിക്കാം. ഒരു ചോദ്യം ചോദിച്ചതിന് ശേഷം ഇവിടുന്ന് മറുപടി പറയും. മറുപടി കേട്ട് തൃപ്തികരമാണെങ്കിൽ തൃപ്തികരമാണ്, അല്ലെങ്കിൽ ഇന്ന കാരണം കൊണ്ട് തൃപ്തികരമല്ല എന്ന് നിങ്ങൾക്ക് പറയാനുള്ള അവകാശമുണ്ട്. വീണ്ടും ഇൻഷാ അല്ലാഹ് അത് വിശദീകരിക്കും. അപ്പോൾ നിങ്ങൾക്ക് തൃപ്തിയാവുന്ന രൂപത്തിൽ തന്നെ ഇവിടുന്ന് വിശദീകരിച്ച് അത് തൃപ്തിയായിട്ടേ നിങ്ങൾ പോകാവൂ. അതുപോലെ തന്നെ അത് കിട്ടുന്ന അവസരം ഒരു പ്രസംഗത്തിനുള്ള അവസരമാണെന്ന് വിചാരിക്കരുത്, ചോദ്യത്തിനുള്ള അവസരമാണ് നിങ്ങൾക്ക് തരുന്നത്. അതുപോലെ തന്നെ മറുചോദ്യം ചിലപ്പോൾ ചോദിക്കേണ്ടി വരികയാണെങ്കിൽ ചോദിക്കും, അതിനോട് നിങ്ങൾ സഹകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ആമുഖമായി ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. അതുകൊണ്ട് ചോദ്യകർത്താക്കൾക്ക് മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമി, തബ്ലീഗ് ജമാഅത്ത് പോലത്തെ ഏത് വിധേയ കക്ഷികളിൽപ്പെട്ട ആളുകളാണെങ്കിലും അവർക്ക് ചോദിക്കാൻ അവസരമുണ്ട്. മുമ്പിൽ അവർക്ക് 2 കസാല മാറ്റിയിട്ടിട്ടുണ്ട്. അവിടെ വന്നാൽ നിങ്ങൾക്ക് മൈക്ക് തരും, നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാവുന്നതാണ്. സഹോദരന്മാരെ, വേഗം കടന്നു വരണം. സൗഖത്ത് ഫൈസി പറഞ്ഞതുപോലെ ഇവിടെ ചോദ്യം ചോദിക്കാൻ വേണ്ടി വരുന്ന ഒരാളും ഈ സദസ്സിൽ വഷളാക്കപ്പെടുകയില്ല.